വളരെ പ്രിയമുള്ളവരെ, പുരോഗമന കലാസാഹിത്യ സംഘം നമ്മുടെ പ്രിയങ്കരനായ E.P. രാജഗോപാലിനെ അടയാളപ്പെടുത്തുകയാണ്. 40-ലധികം പുസ്തകങ്ങൾ രചിച്ച രാജഗോപാലിനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് നമ്മളെ തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ ഒരു 50 വർഷം മുമ്പ് കാലിക്കടവ് അങ്ങാടിയിൽ കൂടി നടന്നുപോയ രാജഗോപാലിന് അച്ഛൻ ഭാസ്കരന്മാരുടെ കയ്യിൽ പിടിച്ച് നടന്നുപോയ രാജഗോപാലൻ പിന്നീട് ആ രാജഗോപാലൻ വളർന്ന് രാജഗോപാലനാവുകയും ഇപ്പോൾ E.P. മാഷാവുകയും ചെയ്തിരിക്കുകയാണ്. രാജഗോപാലിനെക്കുറിച്ച് ഇപ്പോൾ ഏറെ ചർച്ചകളാണ് ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നടന്നത്. രാജഗോപാലിന്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ എൻ്റെ സ്ത്രീ അറിവുകൾ ഒരുപാട് വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടു. തികച്ചും അപ്രതീക്ഷിതമായ അത്തരമൊരു പുസ്തകം രാജഗോപാലിൽ നിന്ന് പ്രസാദനം ചെയ്ത് വന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത്തരമൊരു പുസ്തകത്തെക്കുറിച്ച് രാജഗോപാലിന്റെ സാധാരണ സാഹിത്യ സഭയിൽ നിന്ന് പുറത്തുള്ള ഒരു സാധനമാണ് എൻ്റെ സ്ത്രീ അറിവുകൾ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സാഹിത്യത്തിന്റെ വിവിധ മേഖലകളിൽ രാജഗോപാലൻ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വീട് വന്ന നാടകം ഞങ്ങളുടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചൊരു നാടകമാണ്. കാരണം അത്തരം കേളുനായെന്ന കഥാപാത്രത്തെ കേളുന്ന നാടകത്തിലൂടെ ഇത്രയും സമർത്ഥമായി വിന്യസിക്കുകയും ജനങ്ങൾ മുഴുവൻ ആ നാടകത്തിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്യുക എന്നത് അത്ഭുതകരമായ പ്രവൃത്തിയായിരുന്നു. ആ രീതിയിൽ വളരെ ഞങ്ങളുടെ ഗ്രാമത്തെ, ഞങ്ങളുടെ നാട്ടിനെ ഇന്നും രാജഗോപാലൻ ചന്തയിൽ നിന്നും ആണിയാട്ടിൽ നിന്നും തെക്കോട്ടും വടക്കോട്ടും നടന്നു പോകുമ്പോൾ ആ ഗ്രാമത്തെ എല്ലാ ദിവസവും അടയാളപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പച്ചപ്പുകളെ ആയാലും അതിന്റെ മരങ്ങളായാലും എന്ത് തന്നെയായാലും ശരി രാജഗോപാലിന്റെ കണ്ണിൽപ്പെടാതെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എഴുത്തിൽ ഗ്രാമം അടിസ്ഥാന ഘടകമായി മാറുന്നത്. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ചർച്ച നമുക്ക് പങ്കെടുക്കുന്നത് വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ വ്യക്തികൾ തന്നെയാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ഇതർദിശ സുരേഷാണ്. D.K. സുരേഷ് നിങ്ങൾക്കെല്ലാം അറിയാം. വൈദ്യുതികളിൽ പ്രസിദ്ധീകരിക്കുന്ന ഇതർദിശയുടെ പത്രാധിപരാണ് സുരേഷ്. ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സുരേഷിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് മനോഹരനാണ്, M.K. മനോഹരൻ. മലയാളത്തിലെ പ്രസിദ്ധനായ കഥാകൃത്താണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ അമരക്കാരനാണ്. നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട മനോഹരൻ എല്ലാ പ്രാവശ്യവും നമ്മളോടൊപ്പം എന്നും ഏതിനും കൂടെ നിൽക്കുന്ന മനോഹരനെ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നാരായണൻ കാവുമ്പായിയാണ്. ദേശാഭിമാനിയുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ദേശാഭിമാനിയുടെ പ്രധാന അംഗം. അക്ഷരമുന്നത്തിന്റെ ശില്പി എന്ന നിലക്കാണ് നാരായണൻ കാവുമ്പായി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അങ്ങനെ പിന്നെ ഗീതാദേവി കരിയാണ്ട്, ജിനേഷ് കുമാർ എരമോ നമുക്ക് ഡോക്ടർ ജിനേഷ് കുമാർ എരമോ, ഗീതാദേവി കരിയാണ്ട്, അതുപോലെ തന്നെ ഗണേശനാരോട്ട് നമ്മുടെ പുകാത്ത ജില്ലാ കമ്മിറ്റി അംഗമാണ്. പേര് പെട്ടെന്ന് വരാതിരുന്നാണ്. ഗണേശനെ അടക്കം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മുടെ എതിർദിശ ക്ഷണിക്കുന്നു. E.P. രാജഗോപാലൻ എന്ന പേര് ദേശാഭിമാനി വാരികയിൽ വായിക്കുന്ന കാലത്ത് എൻ്റെ കൗമാരം അവസാനിച്ചിരുന്നില്ല. കഥ ഇന്ന് എന്ന കോളം യൗവനാരംഭത്തിലാണ് വായിച്ചു തുടങ്ങിയത്. അന്ന് E.P. രാജഗോപാലൻ ചന്തേരക്കാരനാണ് എന്നെനിക്ക് അറിയുകയുമില്ല. അന്ന് അക്കാലത്ത് ഓരോ വർഷത്തെയും ആനുകാലികങ്ങളിലെ പ്രധാനപ്പെട്ട എന്ന് എനിക്ക് തോന്നുന്ന രചനകൾ ഈ ഡിസംബർ മാസത്തിൽ പറിച്ചെടുത്ത് ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഇത്ര പെട്ടെന്ന് പുസ്തകങ്ങളാവാറില്ല ആനുകാലിക രചനകൾ. അങ്ങനെ E.P. രാജഗോപാലിന്റെ കഥ ഇന്ന് എന്ന സമാഹാരത്തിന്റെ ബൈൻഡ് ചെയ്ത എഡിഷൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. രാജഗോപാലൻ മാഷിന്റെ ഒറ്റപ്പെട്ട ലേഖനങ്ങളുടെ ബൈൻഡ് എഡിഷൻ വേറെയുണ്ട്. പിന്നീട് അധികം വൈകാതെ E.P. രാജഗോപാലൻ ഞങ്ങളുടെ സൗഹൃദ വലയത്തിൽ വന്നു. അപ്പോൾ തന്നെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിരൂപകരിൽ ഒരാളായി അറിയപ്പെട്ടു തുടങ്ങിയ മാഷ് ഞങ്ങളുടെ കൂടെ അത്തരത്തിലൊന്നും ആയിരുന്നില്ല പെരുമാറിയിരുന്നത്. ഞങ്ങളിൽ ഒരാളായിട്ട് ശ്രീഹരിയൊക്കെ ഇവിടെയുണ്ട്.
മാഷുടെ സാഹിത്യ രചനകൾ അത് സാഹിത്യ നിരൂപണ സംബന്ധമായാലും സംസ്കാര പഠനത്തെ സംബന്ധിച്ചായാലും തീർച്ചയായിട്ടും അതിന്റെ സവിശേഷമായ വ്യത്യസ്തതകളാണ് ഞങ്ങളെപ്പോലുള്ളവരെ ആദ്യം ആകർഷിച്ചത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ കെ പി അപ്പനെയും രാജകൃഷ്ണനെയും നരേന്ദ്രപ്രസാദിനെയും ആഷാ മേനോനെയും ഒക്കെ ഏറെക്കുറെ ഹൃദിസ്ഥമാക്കിയ ഒരാളായിരുന്നു ഞാൻ. ഇപ്പോഴുമാണ് ആ ഒരു ഭാവുകത്വത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചുകൊണ്ട് സാഹിത്യത്തെ സംബന്ധിക്കുന്ന ഭൗതികവാദ ചിന്ത പരോക്ഷമായിട്ട് എന്നിലൊക്കെ വേരുറപ്പിച്ച വളരെ പ്രധാനപ്പെട്ട സാഹിത്യ നിരൂപകന്റെ ഒരാളാണ് ഇ പി രാജഗോപാൽ. അതിനു മുമ്പ് ഈ രാജീവ് മാഷുണ്ട്, ടി പി രവീന്ദ്രനെ പോലുള്ള കുറെ കൂടി മുതിർന്ന മാർക്സിസ്റ്റ് നിരൂപകരുണ്ട്. പക്ഷെ അവരൊക്കെ ഏറ്റെടുക്കുകയും തുടരുകയും ചെയ്ത ഒരു ധാരയെ കുറെ കൂടി ജനകീയമാക്കുകയും കുറെ കൂടി ലളിതമാക്കുകയും, ലളിതമെന്ന് പറയുന്നത് അതിന്റെ ആന്തരിക ഗൗരവത്തെ സംബന്ധിച്ചല്ല, ലാളിത്യം എന്ന് പറയുന്നത് സാഹിത്യത്തെ സംബന്ധിച്ചെങ്കിലും ഗൗരവം എന്നതിന്റെ എതിർവാക്കുമല്ല. അങ്ങനെ ഈ ധാരയെ കുറെ കൂടി സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇ പി രാജഗോപാലൻ മലയാളത്തിൽ ചെയ്ത് നമ്മുടെ ഭാഷയിൽ ചെയ്തത് എന്നാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോ മാഷുടെ സാംസ്കാരിക വിമർശനമാണ് ഈ സെഷന്റെ ഊന്നൽ എന്നാണ് ഇതിന്റെ തലവാചകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇ പി രാജഗോപാലിനെ സംബന്ധിച്ച് സാഹിത്യ വിമർശനം, സാംസ്കാരിക വിമർശനം അല്ലെങ്കിൽ ലളിതമായുള്ള ചില ലേഖനങ്ങൾ, അങ്ങനെ ഒരു തരംതിരിവുണ്ട്, അങ്ങനെ ഒരു തരംതിരിവ് സാധ്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ മാഷ് കരുതുന്നുണ്ട് എന്നും ഞാൻ കരുതുന്നില്ല. സാഹിത്യത്തെ കൂടി മുൻനിർത്തി ജീവിതത്തെ പഠിക്കുക, ജീവിതത്തെ വിശകലനം ചെയ്യുക എന്നുള്ള നിലയിലാണ് ഇ പി രാജഗോപാലിന്റെ എല്ലാ സാഹിത്യ വിമർശന ലേഖനങ്ങളും ഉള്ളത്. സാഹിത്യത്തിന്റെ അംശം കുറയുകയും അല്ലെങ്കിൽ സാഹിത്യത്തെ ആശ്രയിക്കുന്നത് കുറയുകയും സാമൂഹികമായ സന്ദർഭങ്ങളെയോ വസ്തുക്കളെയോ വസ്തുതകളെയോ മുൻനിർത്തി പഠനങ്ങൾ എഴുതുകയും ചെയ്യുമ്പോൾ ഇ പി രാജഗോപാലിന്റെ സാംസ്കാരിക വിമർശന പഠനമായിട്ട് അത് മാറുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നല്ലോ സംസ്കാരം എന്ന് പറയുന്നത് സാധാരണ സംഗതിയാണ് എന്ന് നമ്മുടെ ഒരു ആശയലോകം വളരെ മുഴക്കത്തോടുകൂടി പറഞ്ഞത് 20ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിലാണ്. കുറെ കൂടി കൃത്യമായിട്ട് റെയ്മണ്ട് വില്യംസ് പറഞ്ഞു, കൾച്ചർ ഈസ് ഓർഡിനറി. അതിനു മുമ്പ് നമ്മളൊക്കെ കരുതിയതുപോലെ നമ്മുടെ ഭക്ഷണം കഴിക്കലും ഇരിക്കലും ഇടചേരലും ഒക്കെ സാധാരണ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങൾ, ഇതൊക്കെ സാധാരണ കാര്യങ്ങൾ. അതിനു മുകളിൽ കെട്ടിപ്പൊക്കിയ ആടയാഭരണങ്ങൾ പോലെ ഒരു സംസ്കാരത്തിന്റെ വേറൊരു ലോകം, ഒരു ഉപരിലോകം. അതിൽ തെയ്യങ്ങളുണ്ടാവും, നാടകങ്ങളുണ്ടാവും, പാട്ടുകളുണ്ടാവും, സാഹിത്യങ്ങളുണ്ടാവും, ഇതര കലാരൂപങ്ങളുണ്ടാവും. അങ്ങനെ നമ്മുടെ ദൈനംദിന വ്യവഹാരങ്ങളുടെ ആഭരണങ്ങളാണ് അതിന് മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു മറുലോകമാണ് സംസ്കാരം എന്ന് കരുതിയിടത്തു നിന്ന് ഒരുപക്ഷെ ഒരു ഞെട്ടലോടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ജീവിതത്തെ സംബന്ധിക്കുന്ന എന്തും സാംസ്കാരികമാണ്. കൾച്ചർ ഈസ് ഓർഡിനറി. സംസ്കാരം സാധാരണ കാര്യങ്ങളാണ്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ വളരെ ഗംഭീരമായുള്ള ആവിഷ്കാരങ്ങൾ എന്ന നിലയിലാണ് ഇ പി രാജഗോപാലന്റെ എല്ലാ പഠനങ്ങളും എല്ലാ ലേഖനങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് മാഷിപ്പോ ഇന്ദുലേഖയെ കുറിച്ച് എഴുതുന്ന അതേ ഗൗരവത്തിൽ കയ്യാലയെ കുറിച്ച് എഴുതുന്നു, കസേരയെ കുറിച്ച് എഴുതുന്നു. നമ്മളിപ്പോ ഒരു കസേരയെ കുറിച്ച് എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത് എന്ന് തോന്നിയ ഒരു ഭാഷയിൽ മാഷ ആ വിഷയം എഴുതുകയാണ്. ആ വിഷയം മനുഷ്യരുടെ ഇരിപ്പിനെ കുറിച്ചല്ല, ഇരിപ്പിൽ തുടങ്ങിയിട്ട് അത് മനുഷ്യരുടെ അധികാര ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ജാതിയുടെ ശ്രേണീബദ്ധതയിലേക്ക് ഇതിങ്ങനെ വികസിക്കുകയാണ്. ഓരോ മുട്ടി അയുക്തികമായി കസേരയെ കുറിച്ചല്ല എന്നൊന്നും തോന്നാത്ത രീതിയിൽ കസേരയെ ഒരു നിമിത്തമാക്കി എടുത്തിട്ട് സമൂഹത്തിലെ അധികാരപരമായ ശ്രേണീബദ്ധതയെക്കുറിച്ച്, ജാതിഘടനയെക്കുറിച്ച് ഈ കസേര എന്ന ലേഖനം വികസിക്കുന്നു.
അപ്പോഴാണ് നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഇത്രയും പറയാനുണ്ടായിരുന്നു അല്ലേ എന്നുള്ളൊരു തോന്നൽ നമ്മളിലൊക്കെ ഉണ്ടാകുന്നത്. അത് ഇടവഴിയെ കുറിച്ചാകാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കയ്യാലയെ കുറിച്ചാകാം. ഇത്തരത്തിൽ നമ്മുടെ സാഹിത്യ നിരൂപണത്തെ സാഹിത്യത്തിന് പുറത്തേക്ക് വളരെ നിസ്സാരം എന്ന് നമ്മൾ അതുവരെ കരുതിയിരുന്ന വസ്തുതകളെയും സാമൂഹിക സന്ദർഭങ്ങളെയും മുൻനിർത്തിയുള്ള വിശകലന പഠനങ്ങളിലേക്ക് വികസിപ്പിച്ചുകൊണ്ടാണ് ഇ.പി. രാജഗോപാലൻ മലയാളത്തിലെ ഒരു എസൻഷ്യൽ റൈറ്ററായിട്ട് മാറിയത്, അനിവാര്യനായ ഒരു എഴുത്തുകാരനായിട്ട് മാറിയത്. തീർച്ചയായിട്ടും രാജഗോപാലിനേക്കാൾ കുറെ കൂടി സൈദ്ധാന്തിക ദൃഢതയോടെ ബി രാജീവ മാഷൊക്കെ നേരത്തെ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇപ്പോഴും മാഷ് തുടരുന്നുണ്ട്. പക്ഷെ മാഷൊക്കെ അടിസ്ഥാനപരമായി സൈദ്ധാന്തികനാണ്. വി.പി. രാജഗോപാലിനോട് എത്രയോ കാലമായിട്ട് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്ന ഒരാളുകളുടെ നിലയ്ക്ക് എന്റെയൊക്കെ അനുഭവം, മാഷ് സാഹിത്യ കൃതികളെ കുറിച്ചും മറ്റും മനുഷ്യരെ കുറിച്ചും പറയുന്ന അത്രയും ആവേശത്തോടെ ഇതുവരെ ടെറി ഈഗിൾട്ടനെ കുറിച്ചോ അല്ലെങ്കിൽ റെയ്മണ്ട് വില്യംസിനെ കുറിച്ചോ അല്ലെങ്കിൽ ജോർജ് ലൂക്കാസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്രെഡറിക് ജെയിംസിനെ കുറിച്ചോ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതിനർത്ഥം ഇവരുടെയൊക്കെ ഗ്രന്ഥങ്ങൾ മാഷ് പഠിച്ചിട്ടില്ല എന്നല്ല, പക്ഷെ കേവലമായ സൈദ്ധാന്തിക പഠനങ്ങളിലുപരി മനുഷ്യർക്ക് ഉപകരിക്കുന്നത് ഈ സൈദ്ധാന്തിക ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഈ സൈദ്ധാന്തിക സമീപനങ്ങളെ മുൻനിർത്തിയുള്ള സാമൂഹിക നോട്ടങ്ങളാണ് എന്ന് മാഷുടെ എല്ലാ ലേഖനങ്ങളിലെയും അബോധം നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ കൂടുതൽ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഏറ്റവും മികച്ച പാനലുകളിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയം സംസാരിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. എം.കെ. മനോഹരനുണ്ട്, ഡോക്ടർ ദിനേഷ് കുമാർ എരമുണ്ട്, നാരായണൻ കാവുമ്പായി ഉണ്ട്, പ്രീതാദേവി കരിയാട്ടുണ്ട്, ഇതിന് സംഘാടക പക്ഷത്ത് നിന്ന് ഗണേശൻ അയറോട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സംസാരിക്കാനുള്ളത് മോഡറേറ്റർ ഉൾപ്പെടെ പാനൽ ചർച്ചയിലുള്ളത് 5 പേരാണ്. 1 മണിക്കൂർ അനുവദിച്ച സമയം. സഹ പാനലിസ്റ്റുകളോട് പറയാനുള്ള ഒരു കാര്യം, അതിദീർഘമായിട്ട് അതിവിദഗ്ധമായിട്ട് എത്രയോ മണിക്കൂറുകൾ സംസാരിക്കാൻ ശേഷിയുള്ളവരാണ് ഈ 5 പേരും. 5 പേര് എന്നെ ഒഴിച്ചെടുത്തിയാൽ 4 പേരും. അതുകൊണ്ട് കൃത്യം 10 മിനിറ്റ് നമുക്ക് വീതിച്ചെടുക്കാം. ആ ഒരു സമയനിഷ്ഠ ഈ പരിപാടിയുടെ സുഗമമായൊരു മുന്നോട്ട് പോക്കിന് ഉപകരിക്കുമെന്ന് മാത്രം പറയുന്നതാണ്. മോഡറേറ്റർ എന്ന നിലയിൽ തുടർന്നും ഇടപെട്ട് സംസാരിക്കും. എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യമായിട്ട് സംസാരിക്കാൻ സാംസ്കാരിക വിമർശനം, മാഷുടെ നോട്ടപ്പാടുകൾ, ആ ഒരു വാക്കിൽ തന്നെ സവിശേഷമായുള്ള ഒരു വലിയ ചില അർത്ഥങ്ങൾ ധ്വനിക്കുന്നുണ്ട്. മാഷുടെ നോട്ടം എന്നൊക്കെ പറയുന്നത് ഇപ്പോ ഒറ്റ കാര്യം കൂടി പറയാം. മാഷ് ചിലതൊക്കെ പ്രസംഗിക്കുന്നത് ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആകുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെയോ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെയോ സിലബസ് കണ്ണൂരിൽ വെച്ച് പഠിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കരുത്. കണ്ണൂരിന് മാത്രം സവിശേഷമായി ലഭ്യമായ ജ്ഞാനങ്ങൾ ഉണ്ടാവും. കണ്ണൂരിന്റെ കൂടി ജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ഒരു സർവകലാശാല കണ്ണൂർ സർവകലാശാലയാകുന്നത്. അതുകൊണ്ട് സാഹിത്യം അടിസ്ഥാനപരമായി അനുഭൂതിയുടെയും വൈകാരികതകളുടെയും ഒക്കെ ഒരു ലോകമായിരിക്കുമ്പോൾ തന്നെ സാഹിത്യവും ഒരു തരത്തിൽ സവിശേഷമായ ഒരു അറിവാണ് എന്നൊരു ബോധ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു അറിവിനെയാണ് അത് സർവകലാശാലയെ കുറിച്ച് പറയുമ്പോഴായാലും സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോഴായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നിത്യജീവിതത്തിലെ സന്ദർഭങ്ങളെയോ വസ്തുക്കളെയോ കുറിച്ച് പറയുമ്പോഴായാലും അടിസ്ഥാനപരമായി അത് നമ്മിലേക്ക് പകരുന്ന അറിവെന്താണ്? അറിവ് എന്നുള്ളത് നമ്മൾ സാമ്പ്രദായികമായ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. ഈ അറിവ് എന്താണ് എന്നുള്ളത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് മാഷുടെ രചനാശ്രമങ്ങൾ പരിശ്രമങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ച് കുറെ കൂടി വിശദമായിട്ട് സംസാരിക്കാൻ പ്രിയപ്പെട്ട എം.കെ. മനോഹരനെ ക്ഷണിക്കുന്നു. വേദിയിൽ കെ.പി. മോഹൻമാഷ് ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ നിരൂപകരുണ്ട്. പാലക്കാട് നിന്ന് ടി.ആർ. അജയൻ സാറിപ്പോൾ എത്തിയിട്ടുണ്ട്. വേദി വളരെ സദസ്സ് വളരെ സമ്പന്നമാണ്. ഈ ഒരു ഉന്മേഷം കൂടി നമ്മുടെ പാനലിസ്റ്റുകൾക്ക് ഉണ്ടാകട്ടെ എന്നൊരാഗ്രഹം
മാത്രം ആദ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ കെ മനോഹരേട്ടനെ സംസാരിക്കാനായി മൈക്ക് കൈമാറും. ആളുകൾ പ്രധാനപ്പെട്ട മനോഹരമായിരിക്കുന്ന കുടുംബത്തിലെ വലിയ നിരീക്ഷണങ്ങൾ നമുക്ക് തരുന്ന രാമചന്ദ്രക്ക് ജീവിതാമചന്ദ്രക്ക് പറഞ്ഞിട്ടില്ല. ഇപ്പൊ രണ്ടാമനായി പറഞ്ഞാൽ മതിയല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സുരേഷിനോട് കുറച്ച് അധികം പറഞ്ഞെന്ന് പറഞ്ഞത്. സുരേഷ് അധികം പറഞ്ഞില്ല. അതുപോലെ പക്ഷേ എപ്പോഴാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ തുറക്കം നന്നായിട്ട് തോന്നുന്നു. രാജഗോപാൽ മാഷ് തലശ്ശേരി വരാണ്. രാജഗോപാൽ മാഷ് അവിടെ ശശിമാഷുണ്ട്. ശശിമാഷ് ഇത് വളരെ പ്രധാനമാണ്. ഒരു ദിവസം വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ശശിമാഷ കാലം രാജഗോപാൽ മാഷ് വരാറുണ്ട്. അവിടെ കറണ്ട് ഉണ്ട്. അവിടെ ഒ പി രാജമൻ ഉണ്ട്. സിനിമാ നിർവഹണ ഇപ്പോൾ നമ്മൾ നിർവഹിക്കാത്ത രാജഭവനുണ്ട്. അവരൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് രാജഗോപാൽ മാഷ് കാണുന്നത്. പിന്നീട് അത് കേളു വരുന്നു. കേളുവിനെ കുറിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചു വരുന്നു. ഇവിടെ വിഷയം ഇതാണല്ലോ, സാംസ്കാരിക വിമർശനം. എഴുത്തിലെ സാംസ്കാരിക വിമർശനമാണല്ലോ വിഷയം. മാറ്റി ചെയ്യുന്നൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് തൻ്റെ ശൈക്ഷണികതയെ അതിന് സാമൂഹികപരമായി കൂട്ടിച്ചേർക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഞാൻ കേളുവിനെ കുറിച്ച് പറയുന്നത്. കേളു നാടകത്തിലെ നേരത്തെ സംസാരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. അത് ധർമ്മൻ നായർ കുഞ്ഞിനെ എടുത്തിട്ട് ആ അരങ്ങിലേക്ക് വരുന്ന ഒരു ഭാഗം തിരിച്ചു കഴിയുന്നത്. സാധാരണ നമ്മൾ അരങ്ങാണല്ലോ നമ്മൾ വിളിച്ചിട്ടുണ്ടാവില്ല. ആ നാടകത്തിലാണ് ആദ്യമായിട്ട് മേക്കപ്പും അരങ്ങിലേക്ക് വരുന്നത്. ഞാൻ കണ്ട ഒരു മേക്കപ്പും അരങ്ങിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ സ്റ്റേജിൽ തിരിച്ചില്ല. മറ്റെല്ലാ പ്രവൃത്തിയിലും അതുണ്ട്, എഴുത്തിലൊക്കെ അതുണ്ട് കേട്ടോ. തിരിച്ചിട്ട് പറയുന്നത് ഒന്നുണ്ട്. തിരിച്ചിട്ട് അതിൻ്റെ ഒരു സാമൂഹിക പരമായ വെളിവാക്കാണ് ചെയ്യില്ല. കുട്ടീൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട സന്ദർഭമായതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എടുത്തു വന്നിട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇയാൾ അലർച്ചയ്ക്ക് വേണ്ടി പോവുകയാണ്. അല്ലെ, ആ നാടകത്തിൽ അലർച്ച നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ആ അലർച്ച ഓരോ അലർച്ചയും നടക്കുന്ന സമയത്താണ് വരുന്നത്. അപ്പോ കയ്യൊഴിയാണ് കുട്ടിയെ, പഠിക്കുന്ന കുട്ടിയെ, തന്റെ കുടുംബത്തെ കയ്യൊഴിയാണ് ചെയ്യുന്നത്. ഒരു നാടകമാണ് പ്രധാനം. നാടകം പ്രധാനം പറഞ്ഞാൽ നാടകത്തിന് വേണ്ടിയാണ്, നാടകം ജീവിതത്തിന് വേണ്ടിയാണ്. വലിയ സാമൂഹ്യ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്ന ഭാഗമാണ് കേൾക്കാനറിയാം. അതുകൊണ്ട് നാടകമാണ് പ്രധാനം, സാമൂഹ്യ പ്രയോജനമുള്ള നാടകമാണ് പ്രധാനം എന്നുള്ളതുകൊണ്ട് തന്റെ കുട്ടിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല, സമയത്ത് സംഭാഷണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു മനോഹരമായ സന്ദർഭം ഒരുപക്ഷെ അതിലുണ്ട്. ബ്രീറ്റൊക്കെ പറയുന്നുണ്ടല്ലോ, എഴുത്തിനെ കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വ്യക്തിയുടെ മനോനിലയല്ല ഞാൻ ആവിഷ്കരിക്കുന്നത്, ഞാൻ സമൂഹത്തിന്റെ മനോനിലയാണ് ആവിഷ്കരിക്കുന്നത്. സമൂഹത്തിന്റെ മനോനില നോക്കിപ്പോകാണ് രാജഗോപാൽ മാഷ് ചെയ്യുന്നത്. ഓരോ സന്ദർഭത്തിലും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എഴുത്തിൽ എപ്പോഴും മാറ്റി ചെയ്യുന്ന ഒരു കാര്യം ദൈക്ഷണികതയുണ്ട്. ദൈക്ഷണികതയെ വൈകാരികതയുമായി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അനുഭവങ്ങളുമായി, വൈകാരികത എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്ന് വിളിക്കാം, അതിനെല്ലാം കൂട്ടിച്ചേർക്കാൻ കൂട്ടിക്കലർത്തിയാണ് ചെയ്യുന്നത്. ദൈക്ഷണിക മാത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്ന ഒന്നല്ല, അതിനു പകരം, അല്ലെങ്കിൽ അനുഭവങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് ഉയർത്തി കാണിക്കുന്ന ഒന്നല്ല, അതിനു പകരം ഇതിനെ കൂട്ടിക്കലർത്തിയിട്ടുണ്ടാകുന്ന ഒരു രചനാ സമ്പ്രദായം മാറ്റിയിട്ടുണ്ട്. അതാണ് മാറ്റ് എഴുത്തിന്റെ സൗന്ദര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഉൾക്കഥ, മാതൃഭൂമിയിലെ ഉൾക്കഥ വായിക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴും മറന്നു പോകാത്തൊരു കാര്യമുണ്ട്. മാറ്റി ചൂണ്ടിക്കാണില്ല. ഞാനും കടൽത്തീരത്ത് വായിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കടൽത്തീരത്ത് വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചിട്ടില്ല. മാറ്റി വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമുണ്ട്. കടൽത്തീരത്ത് വായിക്കുമ്പോൾ, ഒഴിവിന്റെ കടൽത്തീരത്ത് വായിക്കുമ്പോൾ അതിലെ സാമൂഹിക പരതയാണ് എങ്ങനെയാണ് ഇത് ലോകത്തിന് പ്രയോജനപ്പെടുന്നത് എന്നാണ് മാഷ് ആലോചിക്കുന്നത്. അതിലൊരു ചെറിയ സന്ദർഭം പോലും, നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ വളരെ സാധാരണമായ സന്ദർഭങ്ങളെ ലോകത്തിന് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളായി മാഷ് വായിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതില് വെള്ളായിരത്തിൽ പോകുമ്പോൾ കുട്ടിയപ്പൻ മാപ്പിള മരക്കാരെ, അല്ലെ, മരക്കാരെ എന്നുള്ള വിളി, തിരിച്ചുള്ള വിളി, എന്നിട്ട് രണ്ട് വാക്കുകൾ മാത്രം എന്ന് പറയുന്ന ഒരു സന്ദർഭത്തെ നമ്മളൊക്കെ വായിച്ചല്ലോ. ആ കഥ വായിച്ച് നമ്മളൊക്കെ കരഞ്ഞിട്ടുള്ളൂ. ഞാനൊക്കെ കണ്ടില്ല കഥ വായിച്ചത്. പക്ഷെ അതിലപ്പുറം ഇങ്ങനെയൊരു സാമൂഹിക വിധാനം, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു പ്രയോജനം, അങ്ങനെ തന്നെ പറയാം, പ്രയോജനം ഈ കഥക്കുണ്ട്. രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റിമറച്ചിലുണ്ട്, ലോകത്തിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. രണ്ടുപേർ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം. വെള്ളായൂരിന്റെ മഹാസംഗരം മരക്കാർക്കറിയാം.
കൊടുക്കാനുള്ള കടത്തിന്റെ കാര്യം വെള്ളായ്യപ്പൻ അപ്പോൾ ഓർമ്മിക്കുന്നത്. മനുഷ്യർ തമ്മിലൊരു കൂട്ടിമുട്ടലുണ്ടല്ലോ. ഈ കൂട്ടിമുട്ടലാണ് ആ കഥയിൽ ചില സന്ദർഭങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ദൈക്ഷണികതയെ, ഈ എഴുത്തിലെ ജീവിതത്തിന്റെ ദൈക്ഷണികതയെ, മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ദൈക്ഷണികതയെ അതിന്റെ വൈകാരികതയുമായി അതിന്റെ അനുഭവ മണ്ഡലങ്ങളുമായി ഇടമില്ലാതെ കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരു വൃത്തി എല്ലാ സന്ദർഭങ്ങളിലും മാറ്റി ചെയ്യുന്നുണ്ട്. കുട്ടതയിൽ തന്നെ മാറ്റി പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി ലോകത്തിന് മികച്ച കഥകളിൽ ഒന്നാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞാൽ ഞാനിലാണ് ആ പ്രകാശം പരത്തുന്ന പെൺകുട്ടി തുടങ്ങുന്നത്. ഞാനിലല്ല അവസാനിക്കുന്നത്. അതാണ് നോക്കേണ്ടത്. അത് മാറ്റി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ വായിക്കുന്നില്ല. ഞാൻ പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി തിയേറ്ററിൽ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള പരിചയം, അവളുടെ ഇടപെടലുകൾ, അതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യയും പിന്തിരിയുന്നു എന്ന് പറയുന്ന ഒന്നാണ് ഞാനതിൽ വായിച്ചെടുക്കുന്നത്. പക്ഷേ അതിൽ വായിക്കുന്നതിനാണ് ഞാനത് നോക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം ഭീമൽരാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവസാനത്തെ കലികയിൽ അത് അങ്ങനെ തന്നെ മാറ്റി ചേർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്. ഒരുപക്ഷെ അത്യാവശ്യം ഞാൻ വായിക്കുന്നില്ല. പ്രകാശം നടത്തുന്ന ആ പെൺകുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാതിരിക്കില്ല. ഞാനും തുടർന്ന കഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ 400-500 കൊല്ലങ്ങൾക്ക് ശേഷമായിരിക്കും ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും 400-500 കൊല്ലങ്ങൾക്ക് ശേഷം ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും വഴിത്തിരിവിൽ സംശയിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോഴാണ് നീ പോയി കളിയരുത്. അതാണ് നീ പോയി കളിയത്. വേറൊരാൾ അവർ പോയി കളിയരുത്. എന്നെ ജീവിപ്പിക്കുന്നുണ്ടാവും അല്ലെ? എന്നെ ജീവിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തെ ജീവിപ്പിക്കുന്നത് ആ കഥാപാത്രത്തെ മാത്രമല്ല ജീവിപ്പിക്കുന്നത്, ആ കഥവായിട്ട് നമ്മളെല്ലാം അത് ജീവിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു അന്വേഷണമാണ് രാജപാല മറ്റൊരു ഇത്തരത്തിൽ കഥകളിലൂടെ നടത്തുന്നതെന്നുള്ളതാണ്. എല്ലാ കഥകളും അല്ലെ എല്ലാ നോവലുകളും ഇങ്ങനെ ഇഴകീറി പരിശോധിക്കുമ്പോൾ ഏറ്റവും നമ്മൾ കണ്ടെത്താതെ ഏറ്റവും സാധാരണ സന്ദർഭങ്ങളെയാണ് കണ്ടെത്തുക. അത്തരം സാധാരണ സന്ദർഭങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിന് പ്രയോജനപ്പെടുക അല്ലെങ്കിൽ ലോകത്തിന് പ്രയോജനപ്പെടുക എന്നാണ് മാറ്റി നോക്കുക. സാഹിത്യത്തിൽ മാറ്റി പറയുന്ന വാചകം തന്നെയാണ്. സാഹിത്യത്തിൽ സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഒരാളല്ല, സ്വകാര്യ അനുഭവം ഇല്ല എന്ന് പറയുന്നത്. സാഹിത്യം നമ്മളിപ്പോൾ വളരെ വ്യക്തിഗതമായ ഒരു ജീവിതം വായിച്ചെടുക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മളൊരു വ്യക്തിഗതമായ ഒരു അനുഭവമായിട്ടായിരിക്കും അത് വായിച്ചെടുക്കുക. പക്ഷെ അതല്ല അതാണ് മാറ്റി സൂചിപ്പിക്കുന്നത്. മാറ്റി പറയുന്നത് അത് ലോകത്തിന്റെ അനുഭവം കൂടിയാണ്. ലോകത്തിന്റെ അനുഭവം കൂടിയാണ് എന്നാണ് മാറ്റി സൂചിപ്പിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് AKG കുറിച്ച് പറയുന്നത് അതുപോലെ ആത്മകഥയും കഥയും എന്ന് പറയുന്ന പുസ്തകത്തിലാണ് എന്ന് തോന്നുന്നു. AKG കുറിച്ച് പറയുന്നത് അതുകൊണ്ട് പറയുന്നത് ഞാൻ തെരഞ്ഞെടുക്കാനാണ്. അതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. AKG ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ ഒരു വൃദ്ധ തടഞ്ഞു നിർത്തുന്നു. നിർത്തിയിട്ട് പറയുന്നു, പിന്നെ വെള്ളം കൊടുക്കുന്നു. വെള്ളം പഞ്ചസാര കലർന്ന വെള്ളമാണ്, പഞ്ചസാര കലർത്തിയ വെള്ളമാണ് പറയുന്നത്. വെള്ളം കൊടുക്കുന്നു. AKG വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ AKG അവിടെ നടക്കുന്ന കമ്പനിയുടെ സമരത്തെ കുറിച്ച് പറയുന്നത്. ഈ സമരത്തിന് വേണ്ടിയാണ് എന്നൊക്കെ വൃദ്ധക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ വൃദ്ധ പറയുന്നത് അവരുടെ മകൻ അവരുടെ കമ്പനിയിൽ ജോലി ചെയ്തു. ഞാനിനി എന്റെ മകനെ അവർക്ക് പറഞ്ഞയക്കില്ല, ജോലിക്ക് പറഞ്ഞയക്കില്ല, പണിമുടക്കിൽ അവനും പങ്കെടുക്കണം എന്ന് വൃദ്ധ പറയും. പണിമുടക്കിൽ അവനും പങ്കെടുക്കണം. എന്നിട്ട് വൃദ്ധ പറയുന്നത് പണിമുടക്കിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടാകുമെന്നല്ല വൃദ്ധ പറയുന്നത്. പണിമുടക്ക് ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാകും. കാരണം മുതലാളിമാർക്ക് താല്പര്യം ഉണ്ടാകുമെന്ന വൃദ്ധ ഒരു മറുപടി പറയുന്നത്. ഇത് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പിന്നെ AKG കൂട്ടിച്ചേർക്കുകയാണ്. ആ ഒരു സന്ദർഭങ്ങൾ ആലോചിക്കുന്നത്. AKG കൂട്ടിച്ചേർക്കുകയാണ് സ്റ്റാലിനെയും ലെനിനെയും മാർക്സിനെയും വേറൊരു തരത്തിൽ ഉദ്ധരിക്കുകയാണ്. ഞാൻ ഈ ഭാഷയിലാണുള്ളത്. വേറൊരു തരത്തിൽ ഉദ്ധരിക്കുകയാണ് ഈ വൃദ്ധ ചെയ്യുന്നത്. സ്റ്റാലിന്റെയും മാർക്സിന്റെയും പ്രത്യയശാസ്ത്രം, നേരത്തെ സെക്രട്ടറിയായിരുന്നു, പ്രത്യയശാസ്ത്രം വേറൊരു തരത്തിൽ പറയുകയാണ് ഈ വൃദ്ധ ചെയ്യുന്നത് എന്ന് AKG പറയുന്നത്. ആ സന്ദർഭം വളരെ മനോഹരമായിട്ട് ആ പുസ്തകത്തിൽ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ നിർത്താം. ഒന്നുകൂടി പറഞ്ഞാൽ നിർത്താം. അത് വായനക്കാരൻ കമ്പി എന്നുള്ള പുസ്തകത്തിലാണ് തോന്നുന്നത്. അത് എംപിയുടെ പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു പുസ്തകത്തിൽ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു വിദേശ നോവലിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ നോവലിൽ ഉള്ളൊരു സന്ദർഭം അതാണ് ഞാൻ പറയുന്നത്. ഈ മനുഷ്യരുടെ വൈകാരികത വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ നമ്മൾ അതെല്ലാം എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. വൈകാരികത വളരെ പ്രധാനമാണ്. ഈ പോസ്റ്റ്മാൻ ഇവിടെ നെരൂദയുടെ ദ്വീപിൽ താമസിക്കുകയാണ്. നെരൂദക്കുള്ള ഈ പോസ്റ്റൽ ഉരുപ്പടികളുമായി കത്തുകളുമായിട്ട് പുസ്തകങ്ങളുമായിട്ട് അവിടെ പോകുന്നത്. എന്നിട്ട് പോസ്റ്റ്മാനും നെരൂദയും തമ്മിൽ അയാൾ കവിയൊന്നുമല്ല, പോസ്റ്റ്മാൻ കവിയൊന്നുമല്ല. പക്ഷെ മെല്ലെ മെല്ലെ അയാൾ കവിയാൽ മാറുകയാണ്. എന്നിട്ട് വേറൊരു തരത്തിൽ അയാൾ കവി
കവിയായി മാറുകയാണ്. അങ്ങനെ ഒരു വൈകാരികത കവിയായി മാറുന്നത്, അല്ലെങ്കിൽ കവിതയോട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനായി പോർച്ചുഗൽ മാറുകയാണ്. അയാൾ ബിംബങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെ, കവിതയിലെ നിരീക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു, അത് പഠിക്കുന്നു. അയാൾ സാധാരണ പോർച്ചുഗൽ പഠിക്കുന്നു. അങ്ങനെയൊന്ന് മാർക്സ് ഈ നോവലിൽ പറഞ്ഞു വെക്കുന്നത്. പോർച്ചുഗൽ എന്ന് പറയുന്ന നോവലിൽ പറഞ്ഞു, കുട്ടിയുടെ നോവൽ വായനയെക്കുറിച്ച് പറയുമ്പോൾ വായനക്കാരൻ കുട്ടി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് രാജഗോപാലൻ അത് പറയുന്നത്. അങ്ങനെയൊന്നും ഏറ്റവും സാധാരണ മനുഷ്യർ, ഏറ്റവും സാധാരണ ജീവിതം, ഇവരെല്ലാം പരിശോധിക്കുമ്പോൾ, അവരെക്കുറിച്ചെല്ലാം ആവിഷ്കരിക്കുമ്പോൾ മാറ്റി ചെയ്യുന്ന ഒരു കാര്യം ദൈക്ഷണികമായ, നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെ, ദൈക്ഷണികമായൊരു തലം അതിനുണ്ട്. അതിനപ്പുറം വലിയ സാമൂഹിക പരത അല്ലെങ്കിൽ വൈകാരികത കൂട്ടിച്ചേർക്കാവുന്ന ഒരു പ്രവൃത്തിയാണ് മാഷിൽ ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. രാജഗോപാലന്റെ പുസ്തകങ്ങൾ വായിച്ചതിന് പുറമെ 2 തവണ അദ്ദേഹവുമായി ദീർഘമായി സംസാരിച്ചതിൻ്റെ കൂടി അനുഭവത്തിൽ എനിക്ക് വളരെ ശ്രദ്ധമായി തോന്നി അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ 10 മിനിറ്റിനോട് ഇവിടെ സൂചിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. 94 അദ്ദേഹത്തിൻ്റെ സ്വപ്നവും ചരിത്രവും എന്ന പുസ്തകത്തെക്കുറിച്ച് ദേശാഭിമാനി വാരികയിൽ സമാനം വലിയ ഒരു റിവ്യൂ എഴുതുകയുണ്ടായി. അതുപോലെ നിരൂപകൻ ആരായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള സങ്കല്പത്തെ അദ്ദേഹം മാറ്റിമറിച്ചു. നിരൂപകൻ ആക്ടിവിസ്റ്റ് ആകണമെന്ന് അദ്ദേഹം പറയുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തു. അതുപോലെ സുരേഷ് കുമാറൊക്കെ പറഞ്ഞതുപോലെ KPFനെയും മറ്റും പ്രതീതിവാദപരമായ നിരൂപണത്തിൽ നിന്ന് വ്യത്യസ്തമായി അതിന് മുമ്പത്തെ തലമുറയുടെ ജോസഫ് മുണ്ടശ്ശേരിയുടെയും ഒക്കെ തുടർച്ചയായി അദ്ദേഹത്തിന്റെ നിരൂപണം മാറി. അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോ മുണ്ടശ്ശേരി മാഷ് രാഷ്ട്രീയക്കാരനായിരുന്നു, MP പോൾ കോളേജ് അധ്യാപകരെ സംഘടിപ്പിച്ച ആളാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ നിരൂപകരെല്ലാം ഏതെങ്കിലും തരത്തിൽ ആക്ടിവിസ്റ്റുകളായിരുന്നു. അതുകൊണ്ട് നിരൂപകൻ ഒരു ആക്ടിവിസ്റ്റ് ആയിരിക്കണം. തൊഴിലാളികളുടെ, ലോകത്തെ എല്ലാ മനുഷ്യരുടെയും പട്ടിണി മാറാൻ ആണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകേണ്ടത് എന്ന് കാമു പറഞ്ഞാലേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിലുള്ള ഇടപെടൽ അത് മറ്റു പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഫോക്ലോറിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു ഫോക്ലോറിൽ അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടിൽ അല്ലെങ്കിൽ ഒരു തോട്ടത്തിൽ പൂവ് എന്ന് പറയില്ല, ഏത് പൂവ് എന്ന് മാത്രമേ പറയൂ. ഒരുപക്ഷെ നമുക്കറിയാത്ത നൂറുകണക്കിന് പൂക്കളുടെ പേര് നമ്മുടെ നാടൻ പാട്ടുകളിൽ കാണുന്നുണ്ട്. ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഏർപ്പുഴ എന്ന സ്ഥലത്ത് നിന്ന് കാലിക്കടവ് വരെയുള്ള ആ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ, അതിലെ പൂക്കളെക്കുറിച്ച്, ചെടികളെക്കുറിച്ച്, മരങ്ങളെക്കുറിച്ച്, പക്ഷികളെക്കുറിച്ച് ഒക്കെ അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു നാടൻ പാട്ട് ഉണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ അതിന്റെ 2 വരി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അന്ന് അത് ആരും എഴുതി വെച്ച് സംരക്ഷിച്ചില്ല. അപ്പൊ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ഫോക്ലോർ എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ചെറുകാടിന്റെ പ്രസിദ്ധമായ നിലപാടുണ്ടല്ലോ, എന്റെ മുരിങ്ങാച്ചോട്ടിൽ നിന്ന് ഞാൻ ആകാശം കാണും. അത് രാജഗോപാലൻ നിരൂപണത്തിലൂടെയും സാംസ്കാരിക പ്രവർത്തനത്തിലൂടെയും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ടായി. പോസ്റ്റ് മോഡേണിസം, ഉത്തരാധുനികത എന്ന പേരിൽ ആ സിദ്ധാന്തങ്ങൾ വെച്ച് നമ്മുടെ നാട്ടിലെ കഥയിലും കവിതയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു തരം നിരൂപണം 90കളിൽ വളരെ വ്യാപകമായി വന്നു. ഒരു കഥയോ കവിതയോ വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് അമേരിക്കയിലെ ഇന്ന പുസ്തകത്തിൽ ഇന്ന സിദ്ധാന്തം അനുസരിച്ച് പറഞ്ഞ കാര്യം ഇതിലുണ്ട്, അതുകൊണ്ട് ഇതൊരു പോസ്റ്റ് മോഡേൺ കൃതിയാണ്, ഇത് വളരെ അപഹാസ്യമാണ് എന്ന് മാഷ് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് അവിടെയുള്ള ഒരു മനുഷ്യനുണ്ടാക്കുന്ന കഥയാണ് ആ സിദ്ധാന്തം, അല്ലാതെ അത് മറ്റൊന്നുമല്ല. അത് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ കൃതിയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കുന്നത് അപഹാസ്യമാണ്. നമ്മുടെ നാട്ടിലെ ഒരു കൃതിയെ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഒരു നിരൂപകന് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്, എല്ലാവർക്കും എഴുത്താൾക്ക് എന്ന് പൊതുവെ പറയാം, ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ അറിവ് ഇന്ത്യയിലെയും കേരളത്തിലെയും മനുഷ്യരെ കുറിച്ചുള്ള അറിവാണ്. ഇവിടെ എന്താണ് ഉള്ളത്, ഇവിടെ ഇന്നലെ ഉണ്ടായ അറിവ് എന്താണ്, ഇവിടുത്തെ മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നാണ് അറിയേണ്ടത്. അമേരിക്കയിലെ കാര്യം പറയുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് വെച്ച് അതാണ് പ്രധാനം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് വളരെ കൃത്യമായ നിലപാട് അദ്ദേഹം എടുത്തു. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, ഇത്തരം സിദ്ധാന്തങ്ങൾ വെച്ച് നിരൂപണം നടത്തുന്ന ആളല്ല മാഷ്.
അദ്ദേഹം അതൊക്കെ വായിച്ച ആളാണ്, അത് പഠിച്ച ആളാണ്. അങ്ങനെ ഇതൊക്കെ ഇംഗ്ലീഷ് അധ്യാപകനായ അദ്ദേഹം ഈ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കെ തന്നെ അതല്ലാത്ത നമ്മുടെ മണ്ണിൽ നിന്നുള്ള നമ്മുടെ നാട്ടിലെ അദ്ദേഹത്തിൻ്റെതായ മുരിങ്ങാച്ചൂട്ടിൽ നിന്നും ഈ കാര്യങ്ങൾ കാണുകയും അതിലിടപെടുകയും ചെയ്യുന്ന രീതിയാണ് അതുപോലെ മക്കളുടേത്. ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ടി സുബ്രഹ്മണ്യം അദ്ദേഹത്തെ സ്വാധീനത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BEd പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്ന ഗോപാലകൃഷ്ണ കോൽത്തായ എന്ന് പറയുന്ന അധ്യാപകനെ കുറിച്ച് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് അധ്യാപകനാണ്, നന്നായി ഇംഗ്ലീഷ് ക്ലാസ് എടുക്കും, എഴുതും. അതേ സമയത്ത് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ യക്ഷഗാന കച്ചേരിയും അവതരിപ്പിക്കും. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു സംസ്കാരത്തിന് എതിരായി ഒരു ചിന്ത അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടേതായ അറിവുകളൊന്നും നമ്മൾ കൈയൊഴിയാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇടപെടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ വായനയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ, പ്രകൃതി വായന എന്ന ഒരു സങ്കല്പം. വായന എന്നത് പുസ്തകം വായിക്കുക മാത്രമല്ല, പ്രകൃതിയെ വായിക്കൽ കൂടിയാണ്. ലോക വായന എന്നത് എങ്ങനെയാണ് ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നത്, ജൂലൈയിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, ആഗസ്റ്റിൽ എങ്ങനെയാണ് മഴ പെയ്യുന്നത്, ഒക്കെ വ്യത്യാസമുണ്ട്. മഴയുടെ ചെരിവ് വ്യത്യാസമുണ്ട്, വെള്ളത്തിന്റെ അളവ് വ്യത്യാസമുണ്ട്, അതിന്റെ ആവൃത്തി വ്യത്യാസമുണ്ട്. ഇങ്ങനെ പഴയകാലത്തെ മനുഷ്യർ തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ നന്നായി വായിച്ചിരുന്നു. അന്ന് അവർക്ക് പുസ്തകം വായിക്കാൻ അറിവ് ഉണ്ടായിരുന്നില്ല, ഒരുപക്ഷെ പുസ്തകം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അത്തരം അറിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എഴുത്തുകാർക്ക് നിർബന്ധമായും അത്തരം അറിവുകളും വേണം എന്ന് അദ്ദേഹം പറയും. അതിന് അദ്ദേഹം MT കൂട്ടുപിടിക്കുന്നുണ്ട്. MT കുറിച്ചുള്ള പുസ്തകത്തിൽ നിന്ന് ചില ഉദ്ധരണികൾ അദ്ദേഹം എടുത്തു കാട്ടുന്നുണ്ട്. MT പറയുന്നുണ്ട്, കടലിൽ നിന്ന് പുഴയിലേക്ക് ഒരു അല ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള മീനാണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നു. മണ്ണ് മണപ്പിച്ച് അവിടെ എത്ര തോൽ ആഴത്തിൽ വെള്ളമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പഴയ ആളുകൾക്ക് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ പ്രകൃതി വായനയിലൂടെയാണ് സാധിക്കുന്നത്. അതുകൊണ്ട് പുസ്തക വായനയ്ക്ക് അപ്പുറമുള്ള ഒരു പ്രകൃതി വായനയുടെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വായനയെക്കുറിച്ചുള്ള നിരീക്ഷണത്തിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ അറിവുകളൊക്കെ ഉപേക്ഷിച്ച് വിദേശ സർവകലാശാലയിലെ പുസ്തകങ്ങൾ മാത്രം ഇവിടെ പഠിപ്പിക്കുന്ന അപകടം. കോഴിക്കോട് സർവകലാശാലയുടെ അടുത്ത് ഒരു കാലത്ത് ഇരുമ്പയിര് വേർതിരിച്ചെടുക്കുന്ന ഇത്തരത്തിലുള്ള ഊത്താലകൾ ഉണ്ടായിരുന്നു എന്ന് ജിരാർ പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ ഒരിക്കലും അത്തരം ഒരു കാര്യം പരാമർശ വിധേയം പോലും ആകാറില്ല എന്നതാണ്. അപ്പൊ ഇവിടെയുള്ള അറിവുകളൊന്നും നമുക്ക് വേണ്ട എന്ന ഇത്തരത്തിലുള്ള കാഴ്ചപ്പാട്. അതുപോലെ വായനയെക്കുറിച്ച് പറഞ്ഞതുപോലെ എന്തും വായിക്കാം. MT പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, ഒരു റെയിൽവേ ടൈം ടേബിൾ പോലും വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ പുതിയ അറിവ് കിട്ടിയേക്കും എന്ന കാര്യം. ഇതാണ് വായനയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങൾ. അതുപോലെ നേരത്തെ ഇവിടെ സാമൂഹികതയെക്കുറിച്ച് പറയുകയുണ്ടായി. ഒന്നും വ്യക്തിപരമല്ല, എല്ലാം ചരിത്രപരമാണ്, എല്ലാം സാമൂഹികമാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. അതുപോലെ എന്ത് കാണുമ്പോഴും എങ്ങനെയാണ് അത് ഈ പറയുന്ന ചരിത്രവുമായും സമൂഹവുമായും കൂട്ടിച്ചേർക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ. ഇങ്ങനെ സംസ്കാരം എന്ന ഒന്ന് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു നിലപാട്. നമ്മൾ കാണുന്ന ജീവിത ശൈലി എന്ന് പറയുന്നത് അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു സാമ്പത്തിക താല്പര്യമുണ്ട്. അതിന്റെ പിന്നാലെ നാം ഒഴുകിപ്പോകുന്നതിന് പകരം അതിൽ നമ്മൾ ഒഴുകിപ്പോകുന്നതിന് പകരം അതിൽ ഇടപെടുകയാണ് വേണ്ടത് എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഈ നിലയ്ക്ക് എല്ലാത്തിനെ കുറിച്ചും, അത് പുസ്തകത്തെ കുറിച്ചാണെങ്കിലും ഈ പറയുന്ന ഫോക്ലോറിനെ കുറിച്ചാണെങ്കിലും സാഹിത്യത്തെ കുറിച്ചാണെങ്കിലും ഒക്കെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഈ രാജഗോപാൽക്കുണ്ട് എന്ന് കാണാം. ഇപ്പൊ നേരത്തെ സാഹിത്യത്തെ എങ്ങനെയാണ് വ്യത്യസ്തമായി വായിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ഉദാഹരണം പറയുകയുണ്ടായി. അദ്ദേഹം എഴുത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഇതേപോലെ വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണം അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ഭ്രാന്തൻ വേലായുധൻ ഒരു പാത്രത്തിൽ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൊണ്ടുവച്ച വലിയ പാത്രത്തിൽ വെള്ളം വധിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ്. അത് വെറുമൊരു വെള്ളമല്ല, അത് ഭാരതപ്പുഴയുമായുള്ള ബന്ധമുള്ള വെള്ളമാണ്. കാരണം ഒഴുകിപ്പോകേണ്ട വെള്ളത്തെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ചെറുതാക്കി ചെറിയൊരു പാത്രത്തിൽ അടച്ചു വെക്കുന്ന പോലെ സ്വതന്ത്രമായി വിജയിക്കേണ്ട ഒരു മനുഷ്യനെ ഭ്രാന്തൻ എന്ന് പറഞ്ഞ് ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാരതപ്പുഴയാണ് ഈ പാത്രത്തിൽ ഒതുക്കി വെച്ച വെള്ളം. അത് MT വാസുദേവൻ ഈ നിള എന്ന നദിയുമായുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടായ ഒരു ബിംബമാണ്, അല്ലെങ്കിൽ ഒരു ആശയമാണ് എന്ന തരത്തിലുള്ള
ഉള്ള വായനകൾ. സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ തുടരുന്നില്ല. അപ്പൊ ഇങ്ങനെ അത് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളും ഇടപെടലുകളുമാണ് തീർച്ചയായും അതുകൊണ്ട് പക്ഷേ വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുക, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് നമുക്കെല്ലാം ഒരു പുതിയ അറിവിന്റെ ഭൂഖണ്ഡങ്ങൾ കണ്ടുപിടിക്കുന്ന പ്രതീതിയാണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി. ഞാനിങ്ങോട്ട് ബസ്സിൽ പുറപ്പെട്ടപ്പോൾ എനിക്ക് ഒരു സഹയാത്രികനുണ്ട്. ഒരു സഹയാത്രികനല്ല, സ്വാഭാവികമായും ബസ്സിൽ ധാരാളം സഹയാത്രികരുണ്ട്. എന്നാൽ ഒരാൾ കല്യാശ്ശേരിയിൽ നിന്ന് കയറിയ ഒരാൾ പുരോഗമന സംഘത്തിന്റെ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണനാണ് എന്നതുകൊണ്ടാണ് എൻ്റെ അരികിലിരുന്ന് ചെറിയ നേരം സംസാരിക്കേണ്ടായി. ഞാൻ EP രാജഗോപാലെ പുരസ്കരിച്ച് നടക്കുന്ന ഒരു സൗഹൃദ സംഗമത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്ത് ഞാൻ ഇന്ന് രാവിലെ അനേക ദിവസമായി ഈ പുസ്തകം തന്നെ ഒത്തിരിച്ചും മറ്റൊക്കെ വായിക്കുന്നുണ്ട്. ആ പുസ്തകം ഇതാണ് എന്ന് പറഞ്ഞതിനെ കാണും. ജീവിത ജാതകം എന്നാണ്. അതുപോലെ നമുക്ക് എഴുതിയ പുസ്തകമല്ല. ആ പുസ്തകത്തിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ചല്ല ബാലകൃഷ്ണന് സംസാരിക്കാനുണ്ടായിരുന്നത്, അതിന്റെ അവതാരികയെ പറ്റിയാണ്. പുസ്തകത്തെക്കാൾ ഗംഭീരമായി അതിന്റെ അവതാരിക തീർത്തിട്ടുണ്ട് രാഘവല മഹർഷി. എന്നിട്ട് അതിന്റെ ഉള്ളടക്കവും എന്നെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അതെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയല്ല, അതൊരു ജ്യോതിഷിയുടെ പുരുഷോത്തമൻ എന്ന രാഘവൽ ഓർമ്മിക്കണമെന്നില്ല. കാരണം അദ്ദേഹം ധാരാളം അവതാരിക എഴുതി കൊടുക്കുകയും ചില അവതാരിക പിൻവലിക്കുകയും ഒക്കെ ചെയ്തതാണെന്നതുകൊണ്ട് എല്ലാവരും ഓർത്തു വെക്കണമെന്നില്ലായിരുന്നു. ഈ ഒരു ജ്യോതിഷിയുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ള പുരുഷോത്തമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ കോറിയിട്ട ഒരു ഓർമ്മ ചിത്രങ്ങളാണ്. ഒരുപക്ഷെ ശ്രദ്ധാപൂർവം അല്ലെങ്കിൽ കൈവഴക്കമില്ലെങ്കിൽ ആത്മീയതയിലേക്കോ അബദ്ധജടിലമായ അന്ധവിശ്വാസത്തിന്റെ ഗർത്തങ്ങളിലേക്കോ താണുപോകാവുന്ന ഈ വിവരണത്തെ വളരെ ശ്രദ്ധാപൂർവമായ ഒരു അവതാരികയിലൂടെ എങ്ങനെയാണ് ജ്യോതിഷം പോലും ഒരു മാനസിക ചികിത്സയായി മാറുന്നത് എന്നത് സംബന്ധിക്കുന്ന സൂക്ഷ്മ നിരീക്ഷണം ആ അവതാരികയിൽ EP രാജഗോപാലൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ബാലകൃഷ്ണൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഈ കാര്യം ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ വേദിയിലോ സദസ്സിലോ ചിലപ്പോൾ ചെന്നെത്താൻ സാധ്യതയില്ലാത്ത അനേകായിരം വായനക്കാരുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യം പറയണം. അദ്ദേഹം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നു എന്നത് അതിലുള്ള സംതൃപ്തിയാണ്. അതാണ് നേരത്തെ മോഡറേറ്റർ സുരേഷ് കുമാർ സംസാരിക്കുമ്പോഴും പറഞ്ഞു, സിദ്ധാന്തഭാരങ്ങളില്ലാതെ കനപ്പെട്ട കാര്യങ്ങൾ പോലും വളരെ ലളിതമായി എന്നാൽ ഉള്ളടക്കത്തിലൊട്ടും തുറന്നു പോകാതെ അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ അദ്ദേഹം സാധിക്കുന്നു എന്നത് ഒരു എഴുത്താളെ സംബന്ധിച്ച് വളരെ വലിയ ഒരു കഴിവാണ്. ആ കഴിവ് തീർച്ചയായും രാഘവ മക്കൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ള സംതൃപ്തിയാണ് ബാലകൃഷ്ണനൊപ്പം നിൽക്കുന്ന ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കും സൂചിപ്പിക്കാനുള്ളത്. BP മുസ്തഫയാണ് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക. സൊവനീറുകൾ ഉണ്ടാക്കിയതിന്റെ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച് പരാമർശിക്കുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ട് ഇങ്ങനെ ചെറുത്ത പ്രതികരണത്തിലെന്ന് മനസ്സിലായി. അതുപോലെ അദ്ദേഹം എഴുതിയ അവതാരികൾ കൂടി പഠന വിഷയമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ അവതാരിക മാത്രമല്ല, ഏത് എഴുത്ത് അങ്ങേറ്റം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഷ അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്തിനെ പിന്തുടരാൻ നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ കഥ ഇന്ന് എന്ന ദേശാഭിമാനി വാരികയിലെ പങ്ക്തി കൂട്ടൽ, പിന്നീട് ഇങ്ങോട്ട് ഇതേവരേക്ക് എഴുതുന്ന ഏറ്റവും പുതിയ നവമാധ്യമത്തെ എഴുത്തുപോലും പിന്തുടരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ എഴുത്തിലെ സൂക്ഷ്മത, എഴുത്തിലെ നിരീക്ഷണം, ഏത് വിഷയത്തിലും നിസ്സാരമെന്ന നാം പുറമ്പോക്കിലേക്ക് ഉപേക്ഷിക്കുന്ന ഏത് അനുഭവങ്ങളിലും വലിയ ഒരു ദാർശനികത, ഒരു ചരിത്രപരത, ഒരു സെക്യുലർ അഥവാ ഒരു വർഗ വീക്ഷണം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ എല്ലാ പറച്ചിലുകൾക്കും സാധിക്കുന്നുണ്ട്. വാക്കുകൾ മാത്രമല്ല, വാക്കുകൾ അദ്ദേഹത്തിന്റെ നേരത്തെ ദിനേശ് സൂചിപ്പിച്ചതുപോലെ സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയ മലയാള ഭാഷയുടെ പുതുക്കലിന്റെയും വികാസത്തിന്റെയും ഒരു അവകാശി കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. ആ പുതിയ വാക്കുകൾ കണ്ടെത്തുക എന്നത് വളരെ അനിവാര്യമായ ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ്. നിർവഹിക്കുന്നതോടൊപ്പം തന്നെ കാര്യങ്ങൾ വ്യക്തതയോടെ പറഞ്ഞു പോലെ ചിലതൊക്കെ നമുക്ക് നിസ്സാരമെന്ന് തോന്നിയേക്കാം. എനിക്ക് പോലും ഞാൻ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാവുന്ന വിധത്തിലുള്ള ചില നിസ്സാരതകൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയോഗത്തിൽ കണ്ടേക്കാം. അപ്പോൾ അങ്ങനെ പറയാനുള്ളൊരു വ്യക്തതയുടെ അതുകൊണ്ടായിട്ട് തന്നെ ഞങ്ങളിരിക്കുന്ന ഞാനും ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന വേദിയിൽ പ്രസംഗിക്കാൻ ആരംഭിക്കുമ്പോൾ രാഷ്ട്രത്തെ കുറിച്ചാണ്
അപ്പോൾ പറയും നാരായണനും ടി പി വേണുഗോപാലും അനുവദിച്ചാൽ ഞാൻ ഉദാഹരണം പറയാം എന്ന്. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടാവുന്ന പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ട് ഉദാഹരണം തന്നെയായിരിക്കും. അത്തരം ഉദാഹരണങ്ങൾ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ബസ്സിലെ സീറ്റിലെ സംബന്ധിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ സാധ്യതയുള്ള ബസ്സിലെ സീറ്റിലെ രണ്ടാളുടെ വരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു വെക്കാം. ആദ്യം ബസ്സിൽ കയറിയാൽ സീറ്റിന്റെ 80% കൈയടക്കുകയും പിന്നീട് വരുന്നയാൾ വളരെ ഈ അവഗണന അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ തിരിച്ചു വരുമ്പോൾ ഈ അവഗണന അനുഭവിച്ച മനുഷ്യൻ സീറ്റിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാൾ 80% സീറ്റ് കൈയടക്കുകയും പുതുതായി വരുന്നയാളെ ഇങ്ങനെ അവഗണിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടാണ് വാസ്തവത്തെ സംസാരിക്കുന്നത്. ഈ തുലനം, ഈ സാമ്യം അത്ര ശാസ്ത്രീയമൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നത് പറയാനുള്ള കാര്യങ്ങൾ വളരെ വളരെ ലളിതമായി എങ്ങനെയാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെയാണ്. മറ്റൊന്ന് ഞാൻ നിരീക്ഷിച്ചത് പറയുന്നതിലെ പുതുമയാണ്. നിർഭയമായി പറയാനുള്ള ഒരു വിമർശന ബുദ്ധിയാണ്. ഈ വിമർശന ബുദ്ധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ഈ മധ്യവർഗം, ഇടച്ചേരിക്കാരെന്ന് അദ്ദേഹം പറഞ്ഞു, ഇടച്ചേരിക്കാരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യ വിരുദ്ധമായ പ്രവണതകളെ സംബന്ധിച്ച് ഒരുപക്ഷെ വളരെ ഗംഭീരമായി, വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു നിരൂപകൻ അല്ലെങ്കിൽ വിമർശകൻ രാജഗോപാലനാണ്. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ചില പീഡവൽക്കരിക്കപ്പെട്ട മനുഷ്യരുണ്ടാവും. കേരളത്തിൽ വായന കണ്ടുപിടിച്ചത് ഒരാളാണ് എന്ന് അയാൾ പറഞ്ഞിട്ടാണോ അല്ലയോ എന്ന് അറിഞ്ഞൂടെ എല്ലാ സ്കൂൾ കുട്ടികളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല എന്നും കേരളത്തിൽ വായനയുടെ ചരിത്രം ഇങ്ങനെയാണ് എന്ന് പറയുകയും ധാരാളം വിമർശനങ്ങൾ അദ്ദേഹം ഏൽക്കേണ്ടിയുമെന്നുണ്ട് നമുക്കറിയാം. നിർഭയമായി പറയാനുള്ള കാര്യങ്ങൾ പറയുക, കുറെ കൂടി ചരിത്രവൽക്കരിക്കുക, ഈ വസ്തുതകളെ അതിന്റെ സാമൂഹ്യപ്രതയിൽ നിന്ന്, അതിന്റെ മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ട്, അതിന്റെ വർഗ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഭംഗിയായി ലളിതമായി സംസ്കാര വിമർശനം നിർവഹിക്കാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ, വിമർശകൻ എന്ന നിലയ്ക്കാണ് ഇ പി രാജഗോപാലൻ മാഷിന്റെ മലയാള വിമർശന ലോകത്തിലെ പ്രസക്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ വലിയ കാര്യങ്ങൾ, വലിയ ഭൗതികമായ പശ്ചാത്തലത്തിൽ പറഞ്ഞ ധാരാളം പേര് നമുക്കുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ജനകീയമായ വിധത്തിൽ ആളുകളോട് പറയാൻ സാധിക്കുന്നു എന്നാണ് രാജഗോപാലന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ധാരാളം ഓരോ രചനയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ എഴുത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ പറയാൻ ധാരാളമുണ്ട്. നാം ഏതാണ്ട് ഈ കൂടിയിരിക്കുന്നവരെല്ലാം അദ്ദേഹത്തെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് എന്നതുകൊണ്ട് ആ പറയുന്നതിൽ പലതും ആവർത്തനമാവുന്നതുകൊണ്ട് ഞാൻ അത്തരം വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തീർച്ചയായും ഈ രാജഗോപാലന്മാർക്ക് തുടക്കമിടുകയോ തുടർന്നു പോരുകയോ ചെയ്ത ജനകീയ സംസ്കാര വിമർശനത്തിന്റെ വലിയൊരു കാര്യം ഇനിയും നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട്. അത് മലയാള സമൂഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രം ഈ നേരത്തെ സൂചിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നടന്നു പോകുന്ന വാക്ക് എന്ന ഒരു അദ്ദേഹത്തിന്റെ ചിന്താലോകം നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു വെക്കാൻ ആവില്ല എന്ന് ഉദ്യോഗത്തോട് തന്നെ തുടങ്ങട്ടെ. എനിക്ക് തോന്നുന്നു ഈ നടന്നു പോകുന്ന വാക്ക് പിന്നെ താക്കൊരുക്കിയ അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഈ ചെയ്യാൻ കൊണ്ടാണ് അദ്ദേഹം നടന്നു പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ആരും പറഞ്ഞു ഈ നിരോധന കാസർഗോഡ് ആയതുകൊണ്ട് തുടങ്ങിപ്പോയി എന്നുകൊണ്ടല്ല, നമ്മുടെ തന്റെ ദേശത്തെ കൂടി ലോക നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയർത്തി എന്ന ഒരു തോന്നലാണ് എനിക്കുണ്ടായത്. കാരണം നമ്മുടെ കാസർഗോഡ് അറിയുന്നതിനേക്കാൾ എത്രയോ ദൂരം അദ്ദേഹം സഞ്ചരിച്ചു കഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലും മലയാളി എന്ന പോലെ തന്നെ മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അദ്ദേഹം പോയി സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേകമായ നിരീക്ഷണങ്ങളും ചിന്തകളും ലോകം അതേ ബോധ്യത്തോടെ ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ ഒരു മനുഷ്യന് നമുക്ക് ഭാഗ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ജില്ലയിലാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നത്. കാരണം നമ്മുടെ ജില്ലയെ കൂടി, നമ്മുടെ നാടിനെ കൂടി, നമ്മുടെ ദേശത്തെ കൂടി അത്രയും അറിയപ്പെടാൻ മാത്രമുള്ള ഒരു നിലവാരത്തിലേക്ക് അദ്ദേഹം ഉയർത്തി എന്ന ഒരു അഭിമാനം കൂടി സന്തോഷമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടെ. എനിക്ക് തോന്നുന്നു പല ചിന്തകളും അതിശയിപ്പിക്കുന്ന ചില ചിന്തകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. സമയം കുറവ് എന്നതുകൊണ്ട് തന്നെ ഇത് വായിച്ചു പോകാൻ വിചാരിക്കുന്നു. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഇ പി രാജഗോപാലന്റെ കൃതികളിലൂടെ ഒരു സാഹിത്യ സഞ്ചാരം നടത്തുന്ന ഒരു വായനക്കാർക്ക് ചില ബോധ്യങ്ങളുണ്ടാവും. എഴുത്തുകാരൻ ആശയാവിഷ്കാരങ്ങളിലൂടെ തന്റെ ബോധ്യങ്ങളെ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ച് അവരുടെ ജീവിതം സാധ്യമാക്കുന്നു. ഇവിടെ എഴുത്തുകാരൻ സർവതന്ത്ര സ്വതന്ത്രനാണ്.
മതം, ജാതി, ലിംഗം, അധികാരം തുടങ്ങിയ പ്രതിലോമ ശക്തികൾക്കകത്തു നിന്ന് വേണം ഈ സാഹിത്യ സമസ്യ പൂർത്തീകരിക്കുന്നത്. കാലക്രമേണ എന്ന വിഖ്യാത കൃതിയിലെ ഈ വിഖ്യാതമായ ഒരു കൃതി ഈ രണ്ട് ബോധ്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. സ്ത്രീ എന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ ഒരു സത്തയായി കാണുന്നതിന് പകരം വൈരുദ്ധ്യങ്ങൾ ഏറ്റുവാങ്ങുകയും ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നത് കൂടാതെ സ്നേഹമായ ഒരു ചരിത്ര സന്ദർഭത്തോട് ചേർക്കുകയും ചെയ്യുന്നു. കാലഘട്ടത്തിന്റെ ചിഹ്നങ്ങളെ നിരസിക്കുകയും ചെയ്യുന്ന വഴിയല്ല കാലത്തിന്റെ അടയാളങ്ങൾ പേറുന്ന വായനാ രീതിയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നോട്ടം. ഇതിനെ ഉപഫലകമായി അദ്ദേഹം പറയുന്നത് ചിന്തർലെ എന്ന കഥയാണ്. ചിന്തർലെ ഒരു വെള്ളേർകുഴിയിൽ ഉള്ള പെൺകുട്ടിയുടെ കഥയാണ്. ചിന്തറിലെ ഈ വെള്ളേർകുഴിയിൽ നിന്നും സിലണ്ടറിലേക്ക് മാറുമ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയായി സ്ത്രീയുടെ ജീവിതത്തിൽ അത് എന്നും കൂടെ ഉണ്ട് എന്ന് ഒരു വലിയ ദർശനപരമായ കാഴ്ചപ്പാട് അത് ഇന്നും പ്രസക്തിയുള്ള ഒരു കാര്യമായി നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സായിപ്പും ചിന്തറിലെ എംപിയുടെ ചർമ്മക്കെണ്ണ കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില നോട്ടങ്ങളാണ്. സായിപ്പും പൂച്ചയും എന്നത് പൂച്ചയെ കേന്ദ്രീകരിച്ച് അമേരിക്ക, ബ്രിട്ടൻ മുതലായ വികസിത രാജ്യങ്ങളുടെ പോലീസ് ഭാവങ്ങൾ വീട്ടിനകത്തെ സർവാധിപത്യം ഏൽപ്പിക്കുന്ന പൂച്ചയിലേക്ക് സന്നിവേശിച്ചിരിക്കുന്നു. പ്രകൃതിയെ വ്യവസ്ഥക്കൊത്ത് മാറ്റിയെടുക്കുന്ന പ്രവർത്തനം മ്യാവൂ ഇല്ലാത്ത പൂച്ചയാണ്. അതിന്റെ കാരണങ്ങൾ ശസ്ത്രക്രിയയിലൂടെ വെട്ടുമാറ്റിയിരിക്കുന്നു. അത് അമേരിക്കൻ വ്യവസ്ഥക്കൊത്ത് അമേരിക്കയോടുള്ള നമ്മുടെ മാനസിക ദാസ്യത്തിന്റെ സാഹചര്യത്തിലാണ് ഈ ഐക്യപ്പെടൽ. അമേരിക്കൻ ജീവിതത്തിന്റെ വസ്തുനിഷ്ഠമായ കുറേ വിവരങ്ങൾ ഇതിൽ വായിച്ചെടുക്കാനാണ് എനിക്കിവിടെ ഈ ചർമ്മക്കെണ്ണ കഥയാണ് ഈ നോട്ടത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. രാമായണത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ, അത് ചന്ദ്രവതി രാമായണത്തെക്കുറിച്ചാണ്. അനേക രാമായണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കിഴക്കൻ ബംഗാളിലെ ചന്ദ്രവതി എന്ന സ്ത്രീ എഴുതിയ രാമായണമാണ്. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ. സീത തപോവനത്തിലാണ്, ലക്ഷ്മണൻ മുമ്പിലുണ്ട്. സീത ഇങ്ങനെ പറയുന്നു: ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ വിലാപം ഞാൻ കേട്ടിട്ടുണ്ട്. ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട ദശലക്ഷക്കണക്കിന് പെണ്ണുങ്ങളുടെ. മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെ: ആരാണ് അച്ഛനമ്മമാരെന്ന് എനിക്കറിയില്ല. ഒരു കരയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴിയൊഴുക്കിൽ പൊങ്ങി നീങ്ങുന്ന പായക്കൂട്ടം കിടക്കുകയാണ് ഞാനിപ്പോൾ ഈ തപോവനത്തിലാണ്. നാളെ എവിടെയായിരിക്കുമെന്നും ആർക്കും അറിയില്ല. ഇത്ര ആത്മബോധത്തോടെയും ലോകബോധത്തോടെയും സംസാരിക്കുന്ന ഈ സീതയെ രാമായണ പിതാക്കന്മാർക്കല്ല പണ്ഡിതന്മാർക്ക് പറ്റുകയില്ല. സ്ത്രീ ശരീരവും മനസ്സും ഇതിൽ പ്രശ്നവൽക്കരിക്കപ്പെടുന്നു. സീതയുടെ കഥയിലുടനീളമുള്ളത് ആണിന്റെ ഇരയുടെ അനുഭവങ്ങളായി സാമാന്യവൽക്കരിക്കപ്പെടുന്ന സ്ത്രീ മനസ്സുകളുടെ ആഖ്യാനമാണ്. ആൺപെൺ വേഴ്ചയുടെ ചരിത്രവും ഇതിലുണ്ട്. ഇക്കോ ഫെമിനിസ്റ്റ് വായനക്കാർക്ക് പ്രോത്സാഹനം നൽകുന്ന ചില ഇടങ്ങൾ. ഇവിടെ രാമൻ മര്യാദാ പുരുഷോത്തമനല്ല, മറിച്ച് അനുരാഗിയാണ്. സീതക്കും കർത്തൃത്വ നിർവഹണത്തിൽ പങ്കുവഹിക്കാനാകുന്നുണ്ട്. എന്നാൽ ഇതേ രാമൻ മോശം ഭർത്താവും അസൂയക്കാരനും മോശം രാജാവും സഹോദരനുമാണ്. ലക്ഷ്മണാധിപത്യ വാസനയുടെ തടവുകാരൻ. രാമന്റെ വീരസ്യമോ യുദ്ധത്തിന്റെ നീണ്ട വിവരണമോ ഈ പഞ്ചരാമായണത്തിലില്ല. പകരം വനവാസം, പരിത്യാഗം, പ്രസവം എന്നിവ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീ കേന്ദ്രീകൃത കലയുടെ പാരമ്പര്യ നിർവൃതിയിൽ ചന്ദ്രവതി രാമായണത്തിന് സ്ഥാനമുണ്ട്. ചിന്താവിഷയായ സീതപോലുള്ള കൃതികൾക്ക് അടിയന്തര സാഹിത്യത്തിലാണ് മാതൃകകൾ തിരയേണ്ടത്. ഇത്തരം കീഴാള രാമായണങ്ങൾ പലതും ഓരോരുത്തരുടെയും ദേശങ്ങളിൽ അവഗണിക്കപ്പെടുന്നുണ്ടാവാം എന്നാണ് ലിപിയുടെ നോട്ടപ്പാടുകളുടെ ഒരു പ്രത്യേകതയായി തോന്നുന്നത്. ആധുനിക കാലത്തെ വ്യക്തിയുടെ ജീവിത സംസ്കാരത്തിന് 3 അടവുകളുണ്ട്. ഒന്നാമത് വ്യക്തിപരവും സാമൂഹികപരവുമായ ജീവിതം തന്നെ. പ്രകൃതി, തൊഴിൽ എന്നിവ ഇതിൽപ്പെടുന്നു. എഴുതപ്പെട്ടതും ഓർമ്മയുടെ രൂപത്തിലുള്ളവയുമായ കണ്ടെടുപ്പും പഠനവും ഇന്നത്തെ സാംസ്കാരിക രാഷ്ട്രീയത്തിന്റെ ആവശ്യവുമാണ്. ഇത് മറ്റൊരു നോട്ടപ്പാടായി നമുക്ക് വായിച്ചെടുക്കാം. പുഷ്പവാടി എന്ന നാടകത്തെ മുൻനിർത്തിയുള്ള വിചാരങ്ങൾ ഇങ്ങനെയാണ്. ഇതൊരു വിചാരണയാണ്.
ഊർമിള ഭയവും സങ്കടവുമായിട്ടാണ് രാമന്റെ ശയ്യാകാരത്തിലേക്ക് നടന്നു വരുന്നത്. സന്ദർഭത്തിന്റെ തീവ്രത അവളെ ദോഷാകുലയാക്കുന്നുണ്ട്. പക്ഷേ ഊർമിളയുടെ മൗനം ഇന്ന് പൊട്ടിത്തെറിച്ചുപോയി. ഊർമിള ഊമയായിരുന്നതെന്ന് ചരിത്രകാരന്മാർ എഴുതി വെക്കും. അത് വലിയ പ്രഭു. ഇന്നെന്റെ ശബ്ദം ഈ കൊട്ടാരത്തിൽ മുഴങ്ങണം. മതിൽക്കെട്ടുകളെ തകർത്ത് അത് വിശാലമായ ലോകത്തിൽ പരക്കണം. നിശബ്ദമായി എല്ലാം സഹിക്കുക എന്നതാണ് ഉത്തമ സ്ത്രീകളുടെ ലക്ഷണമെന്ന് രാമൻ പറഞ്ഞതിനെതിരായിട്ടാണ് ഊർമിള പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. എന്നാൽ ഈ രണ്ട് പ്രശ്നങ്ങളും കേട്ട ശേഷം രാമൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയം. ആൺബോധത്തിന് മുൻകൂട്ടി തയ്യാറാക്കിയ ആയുധമെടുത്ത് നീക്കാൻ പറ്റാത്തവണ്ണം തീവ്രവും ശക്തവുമാണ് സ്ത്രീയുടെ സ്വത്ത് യാഥാർത്ഥ്യ കഥനങ്ങൾ എന്നതാണ് മറ്റൊരു നോട്ടമായി എനിക്ക് എടുത്തു പറയാനുള്ളത്. കാഞ്ചനസീത ഉണ്ടാക്കിയ പാരമ്പര്യത്തിലെ ഏറ്റവും സമീപസ്ഥമായ കൃതി ചിന്താവിഷയായ സീതയാണ്. ഇവ നിർവഹിക്കുന്ന ആണധികാരത്തിന്റെ പാരമ്പര്യജ്ഞാനത്തിന്റെയും ദൃഢവിമർശനത്തിന്റെ സംസ്കാരം വേറൊരു നിലയിൽ കാഞ്ചനസീതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചന്ദ്രപതി രാമായണത്തിന് യുദ്ധത്തെ മഹത്വവത്കരിക്കാതെ ഒരു പെൺകുട്ടിയുടെ വർത്തമാനമായി രാമായണ കഥ പുനരാഖ്യാനം ചെയ്യാനാവുന്നുണ്ട്. കാഞ്ചനസീതയിൽ പല പ്രഖ്യാപിത രാമായണങ്ങളിലും പ്രാന്തസ്ഥിതമായ ഒരു കഥാപാത്രമാണ് ഊർമിള. സ്ത്രീ തത്വത്തെ മുൻനിർത്തി അധികാരത്തിന്റെ കുയുക്തികളെ പറ്റി വിമർശന സ്വരം പുറപ്പെടുവിക്കുന്നത് ഊർമിളയുടെ കീഴാള പതിപ്പെന്ന നിലയിൽ ആധുനികമായ സാമൂഹ്യാവബോധം കാഞ്ചനസീതയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബഹുരൂപിയായിട്ടാണ് സീത നശിക്കുന്നില്ല. സീത പ്രകൃതിയാണ്. ഇത് വാൽമീകി ശബ്ദത്തിലടങ്ങിയിരിക്കുന്ന തത്വം ഇന്ന് പരിസ്ഥിതി സ്ത്രീവാദത്തിന്റെ പരിഗണനയിൽ കൂടിയ പ്രാധാന്യം കൈവരുന്നത്. ഇത് മറ്റൊരു ഭാഗമാണ്. പേരുകൾ പെരുമാറ്റങ്ങൾ എന്ന കൃതിയിൽ നിന്നും നാട്, വിദ്യാലയം, തൊഴിൽ, യാത്ര, സാഹിത്യം, വീട്, പ്രകൃതി ഓരോ വിഷയത്തിലല്ലല്ലോ ഏത് സന്ദർഭത്തിലും ഒരാൾ ജീവിക്കുക എന്നാണ് മറ്റൊരു കണ്ടെത്തൽ. എഴുതിയ ആൾ മിക്കപ്പോഴും സാക്ഷി. അവരുടേത് പരമാവധി വ്യാഖ്യാതാവിന്റെ സ്ഥാനമാണ്. സഹായങ്ങളുടെയും പ്രചോദനങ്ങളുടെയും ഓർമ്മയിലാണ് ഇത് തുരുത്തിരിക്കുന്നത്. എന്റെ സ്ത്രീയറിവുകളും ഏതാണ്ട് ഓർമ്മകളെ വീണ്ടെടുക്കലാണ്. എഴുത്തുകാരന്റെ ജീവിതവുമായി ഈ ഓർമ്മകൾ കൂട്ടി വായിക്കപ്പെടുന്നു എന്ന് മാത്രം. ചിത്രാമകേശ എന്ന സ്ത്രീയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ആ കൃതി വായിച്ചു പോകാനാവില്ല. കർണാടകത്തിലെ ഒരു സ്ത്രീ അത് സ്വന്തം ഇടത്തിൽ നടക്കുന്ന പ്രതിരോധത്തിന് ശിക്ഷയായി അവർക്ക് കിട്ടുന്നതാണ് അവരുടെ അംഗങ്ങൾ കൂട്ടമായി വന്നിട്ട് അവരുടെ മുതച്ഛേദം ചെയ്യുന്നത്. ഇത് സുവർണകേട്ട മുതച്ഛേദമല്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഗൗരീകൃഷ്ണൻ പോലുള്ള ആൾക്കാർ പ്രതികരിക്കുന്നതിന്റെ നാവിനെ അടക്കുക എന്ന ഒരു തന്ത്രം ഇവിടെയുണ്ട്. അപ്പോൾ എഴുത്തുകാരൻ ഒരിക്കലും ആദ്യമായും അവസാനമായും കാണുന്ന രംഗത്തിൽ അവർ ഉയർത്തിക്കാട്ടുന്ന ബ്ലൗസിലൂടെ ചേർന്ന് ചെയ്ത ആ ഒരു ഭാഗം കാണുന്നിടത്താണ് ഈ കഥ നമ്മളെ വ്യക്തലോടെ ശ്രദ്ധിക്കാൻ ഇടവരുന്നത്. അതുപോലെ തന്നെ അതുപോലെ സംസ്കാരത്തിന്റെ കുടിലുകൾ എന്ന പുസ്തകം വ്യത്യസ്തമായ ചില നോട്ടങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സാഹിത്യത്തിലെ പുതിയ ഊന്നലുകളുടെ ഒരു മലയാളി എന്ന നിലയിൽ നോക്കിക്കാണാനുള്ള ശ്രമം കേരളീയമായ സാംസ്കാരികാനുഭവങ്ങളും സിദ്ധാന്തോപയോഗങ്ങളുമാണ് ഇവ ഓരോന്നിന്റെയും നിർണായക സ്ഥാനങ്ങളിൽ ഉള്ളത്. ഉറച്ച തീരുമാനങ്ങൾ എന്നതിലുപരി അന്വേഷണങ്ങൾ എന്നതാണ് ഇവയുടെ പ്രഭുത്വം. ശുദ്ധ സൈദ്ധാന്തികതയോടുള്ള പിണക്കം ഈ കുറിപ്പുകളിൽ പൊതുവായും പൂവും മരവും പൂരവും എന്ന കൃതിയിൽ ഇവിടെ ആചാരം, അനുഷ്ഠാനം, തെയ്യം, പ്രകൃതി ഇതൊക്കെ കൂടിച്ചേർന്ന ഒന്നായി വായിക്കാം. അത് മറ്റൊരു വിധത്തിലുള്ള നോട്ടമാണ്. പേരുകൾ, പെരുമാറ്റങ്ങൾ എന്ന ഓർമ്മ അവനവനെ തന്നെ വീണ്ടെടുക്കുകയാണ്. അത് തന്നെയാണ് എൻ്റെ സ്ത്രീയറിവുകൾ എന്ന പുസ്തകം. ചില കേൾവികളും അത് പിന്നീട് ഒരാളുടെ ജീവിതത്തിൽ ഒറ്റയില്ലാതെ ഉണങ്ങിക്കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം കൂടിക്കൊണ്ടിരിക്കും എന്ന കൺട്രിമാൻ എന്ന ഒരു വാക്കിൽ നിന്നും എ കൺട്രിമാൻ ഈസ് എ ആംഗ്രി മാൻ എന്ന ഒരു പൊതു തത്വം കൂടി ഇതിനോട് ചേർത്ത് പോകുന്നത് ഇദ്ദേഹത്തിന് പകർന്നു കിട്ടിയ ആളിൽ നിന്നും എട്ടിയമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് പകർന്നു കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വായനയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കസ്തൂരി ടീച്ചറുടെ കാര്യം പറയാനുണ്ട്. അനുഭാവി
മാമിന്റെ അധ്യക്ഷതയിൽ എൻ്റെ ടീച്ചറെ കുറിച്ച് പറഞ്ഞാൽ ഒന്നും ഒടുക്കമില്ല എന്ന ഒരു അറിയിപ്പിൽ തന്നെ സമയപരിധി എന്ന ഒന്ന് നിയന്ത്രിക്കുന്നത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഏറെക്കുറെ സമയബന്ധിതമായിട്ട് പാനലിസ്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട്. സംസ്കാര വിമർശനത്തിന്റെ മണ്ഡലത്തിൽ ടി രാജഗോപാലൻ എന്താണ് ചെയ്തത് എന്ന് പറയാനാണ് എല്ലാവരും ശ്രമിച്ചത്. നമുക്കറിയാം, സാംസ്കാരിക വിമർശനത്തിന് അത്ര വലിയൊരു സംസ്കാര വിമർശനം എന്ന് പറയുന്നൊരു ആവിഷ്കാര ഗണത്തിന് വലിയ ഒരു പാരമ്പര്യമൊന്നും നമ്മുടെ സംസ്കാര ചരിത്രത്തിലില്ല. ഏതാണ്ട് ഒരു 20-ാം നൂറ്റാണ്ട് അവസാന ഒരു 4-ാം പാദത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പകുതിയോടുകൂടിയാണ് സംസ്കാര വിമർശനം സജീവമായിട്ട് ലോകത്തിന്റെ തന്നെ ആവിഷ്കാര മണ്ഡലത്തിൽ വരുന്നത്. ജ്ഞാനഗണങ്ങൾ തമ്മിലുള്ള അതിരുകളെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളെയും എല്ലാ ഗണങ്ങളെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് സംസ്കാര വിമർശനത്തിന്റെ ആരംഭം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യ രൂപങ്ങൾ ഉണ്ടായി. അതിപ്പോ മനഃശാസ്ത്രമായാലും നരവംശാസ്ത്രമായാലും സാമ്പത്തിക ശാസ്ത്രവും എല്ലാത്തരം ജ്ഞാനഘടങ്ങളും ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഉപകരിക്കും, അല്ലെങ്കിൽ ഉപകരിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ബഹുമുഖമായ യാഥാർത്ഥ്യങ്ങളെ അറിയേണ്ടത് എന്നുള്ളൊരു അടിസ്ഥാന ദർശനാണ് സംസ്കാര വിമർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമുക്ക് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മലയാളത്തിലെ വലിയ നിരൂപകരിൽ ഒരാളായിട്ട് ജീവിച്ചിരിക്കുന്ന കാലത്തെങ്കിലും അടയാളപ്പെട്ട KGFനെ പോലുള്ള ആളുകൾ സാഹിത്യേതരം എന്ന കുറെ ജ്ഞാനഗണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കരുത്. രാഷ്ട്രീയം സാഹിത്യത്തിൽ വന്നാൽ സാഹിത്യം അശുദ്ധമാവും, ചരിത്രം സാഹിത്യത്തെ സ്പർശിച്ചാൽ സാഹിത്യം അശുദ്ധമാവും. അങ്ങനെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്താവുന്നത് ഉൾപ്പെടുത്തരുതാത്തത് എന്ന നിലയിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒക്കെ അടിസ്ഥാനപരമായുള്ള സാഹിത്യ നോട്ടം. അത് അവരുടെ സാഹിത്യ നിരൂപണത്തിലും സ്വാഭാവികമായിട്ടും പ്രതിഫലിച്ചു. ഇപ്പോ ടി രാജീവനെ പോലുള്ള ഒരാള്, അല്ലെങ്കിൽ അന്നത്തെ മാർക്സിസ്റ്റ് നിരൂപണം റൊളാൻ ബാർത്തിന്റെ ഡെത്ത് ഓഫ് ദി ഓതർ എന്നൊക്കെ പറയുന്ന ഗ്രന്ഥകാരന്റെ മരണം എന്നൊക്കെ പറയുന്ന ഒരു സൈദ്ധാന്തിക സംജ്ഞയെ മലയാള സാഹിത്യത്തിൽ നിരൂപണത്തിൽ പരിചയപ്പെടുത്തിയപ്പോ അപ്പൻ അതിനോട് അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത്. ഈ ഗ്രന്ഥകാരന്റെ മരണത്തെക്കുറിച്ച് ചില ഖണ്ഡികകൾ എന്ന് പറയുന്ന ഒരു ലേഖനം എഴുതിയിട്ട് ഇതൊക്കെ സാഹിത്യ വിമർശനമല്ല എന്നും ഇതൊക്കെ അടിസ്ഥാനപരമായി വിഡ്ഢിത്തമാണ് എന്നും തന്നെ എന്നപ്പൻ പറഞ്ഞു. ഈ ഗ്രന്ഥകാരൻ മരിക്കുമ്പോൾ ജീവശാസ്ത്രപരമായ നിരൂപണം, ജീവചരിത്രപരമായ നിരൂപണം മരിക്കുന്നു, സാങ്ബോ മരിക്കുന്നു. നമുക്കറിയാം, സാങ്ബോ എന്ന് പറയുന്നത് ജീവചരിത്രപരമായ നിരൂപണത്തിന്റെ ആചാര്യനായിട്ട് കരുതുന്ന ഒരാളാണ്. അപ്പൊ ഒരു ഗ്രന്ഥകാരനെ മനസ്സിലാക്കാൻ ജീവചരിത്രം വളരെ അനിവാര്യമാണ് എന്ന് കരുതിയിടത്തു നിന്നാണ് മലയാളത്തിൽ ഉൾപ്പെടെ മാർക്സിസ്റ്റ് ദർശനം, മാർക്സിസ്റ്റ് വൈരുദ്ധ്യവാദം, വൈരുദ്ധ്യാത്മക സാഹിത്യ സിദ്ധാന്തമൊക്കെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി. ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും സങ്കുചിതമായിരുന്നു 20-ാം നൂറ്റാണ്ടിന്റെ 1960-കളിൽ 70-കളിലൊക്കെ മലയാളത്തിൽ വല്ലാതെ വ്യാപിച്ച ആധുനികതാവാദ സാഹിത്യ നിരൂപണം. അവിടെ നിന്നുള്ള ഗംഭീരമായ കുതിപ്പ് എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ആ കുതിപ്പിന്റെ ഏറ്റവും സഫലമായ ആവിഷ്കാരം എന്നുള്ള നിലയിലാണ് ടി രാജഗോപാലനൊക്കെ സാഹിത്യ നിരൂപണത്തിലും സാംസ്കാരിക വിമർശനത്തിലും ഒക്കെ ഇത് സജീവമായിട്ട് നിൽക്കുന്നത്. നമുക്ക് മലയാളത്തിലൊക്കെ ഇടക്കാലത്തുണ്ടായിരുന്ന വലിയൊരു വൈരുദ്ധ്യം, കക്ഷി രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷമായിരിക്കുമ്പോൾ തന്നെ സാഹിത്യ ദർശനത്തിൽ വലതുപക്ഷമാവുക എന്നുള്ള ഒരു ദുരന്തപൂർണമായ വൈരുദ്ധ്യം മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മറികടക്കാൻ ആവും വിധം ശ്രമിക്കുകയും സാഹിത്യ ചിന്തയിലും വൈരുദ്ധ്യവാദ ദർശനത്തിന്റെ സ്വാധീനം പരമാവധി ആഴത്തില് വേരുറപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്ത നിരൂപകരുടെ കൂട്ടത്തിൽ ആ ദൗത്യം ഏറ്റവും സഫലമായിട്ട്, ഏറ്റവും വിജയകരമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ച എഴുത്തുകാരൻ, സാഹിത്യ നിരൂപകൻ, സംസ്കാര വിമർശകൻ എന്നുള്ള ഒരു പ്രാധാന്യം കൂടി നമ്മളോടൊപ്പം നടക്കുന്ന ടി രാജഗോപാലൻ എന്ന നിരൂപകനുണ്ട്. ഇത് ഇത്തരം
ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. ഇ പി രാജഗോപാലിന്റെ അസാന്നിധ്യത്തിലും ഈ വിഷയം സംസാരിക്കേണ്ടി വരുമ്പോൾ എവിടെയും പറയുന്നതാണ്. ആവർത്തിക്കട്ടെ, സാഹിത്യം എന്നത് വിശുദ്ധമായൊരു ഗണമല്ല എന്നും നമ്മുടെ ലോകത്തിലെ എല്ലാ തരം ജ്ഞാനഗണങ്ങളെയും കൂട്ടിച്ചേർത്തിട്ടാണ് അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സാഹിത്യ പഠനം നടത്തേണ്ടത് എന്നും അങ്ങനെ സാഹിത്യ പഠനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സാഹിത്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുമെന്നും അങ്ങനെയാണ് സാഹിത്യ പഠനങ്ങൾ സംസ്കാര വിമർശനത്തിന്റെ മാതൃകകളായി മാറുന്നത് എന്നും തുടർച്ചയായി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരൂപകനാണ്, സംസ്കാര വിമർശകനാണ് ഇ പി രാജഗോപാലൻ. നമ്മൾ സാധാരണ ഒരു അമിതാവേശത്തിന്റെ ചില സന്ദർഭത്തിൽ പറയും, ഇപ്പൊ കുട്ടീഷ്ണമാരാരുടെ മേഘസന്ദേശ പഠനം ലോക നിലവാരമുള്ള വിമർശനമാണ്, നിരൂപണമാണ്. എം.എൻ. വിജയൻ മാഷുടെ മാമ്പഴ നിരൂപണം അത് മലയാള വിമർശനം ലോക വിമർശനത്തിന് അഭിമുഖമായിട്ട് അഭിമാനപൂർവ്വം നിർത്താവുന്നതാണ്. അല്ലെങ്കിൽ ജി രാജീവന്റെ തകഴിയുടെ കയറിനെ കുറിച്ചുള്ള പഠനം, ഇതൊക്കെ നമ്മൾ വല്ലാതെ അഭിമാനത്തോടെ കൊണ്ടാടുന്ന മലയാള നിരൂപണത്തിലെ ചില മാതൃകകളാണ്. ഒരു സംശയവുമില്ലാതെ എനിക്കൊക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഇ പി രാജഗോപാലൻ എഴുതിയ പരമ്പര ഉൾക്കഥ എന്നുള്ള ആ ഒരു നിരൂപണ പഠനത്തിലെ പരമ്പരയിലെ പല ലേഖനങ്ങളും ഈ അർത്ഥത്തില് മലയാള വിമർശനം ലോക നിലവാരത്തിലെത്തിയതിന്റെ മാതൃകകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ലോക നിലവാരം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു നിലവാരമുണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ നേരത്തെ നമ്മൾ ചില കാര്യം പറയുന്നതുകൊണ്ട് അതിന്റെ തുടർച്ചയായിട്ട് വേണമെങ്കിൽ ഈ മാമ്പഴ നിരൂപണത്തോടും മാരാരുടെ ചില നിരൂപണത്തോടും രാജീവ മാഷിന്റെ ചില നിരൂപണത്തോടും ഒക്കെ അഭിമാനപൂർവം അഭിമുഖീകരിക്കാവുന്ന നിരൂപണ പഠനങ്ങൾ സാഹിത്യ നിരൂപണത്തിന്റെയും സംസ്കാര വിമർശനത്തിന്റെയും മേഖലയിൽ മണ്ഡലത്തിൽ ഇ പി രാജഗോപാലിൻ്റെതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇ പി രാജഗോപാലിന്റെ എഴുത്ത് ജീവിതത്തിലെ വലിയൊരു ഉന്മേഷത്തിന്റെ സന്ദർഭമായിട്ട് വലിയൊരു ഊർജ സ്രോതസ്സായിട്ട് ഈ സമ്മേളനം മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കാൻ പ്രിയപ്പെട്ട ഗണേശൻ. ഓഡിയൻസിന് പാനലിസ്റ്റുകളെ വിചാരണ ചെയ്യാനുള്ള സന്ദർഭമാണ്. വളരെ ചെറിയ വാക്കുകളിൽ ചെറിയ സമയത്ത് നമുക്ക് ആ ഒരു ദൗത്യം കൂടി പൂർത്തീകരിക്കാം. ചോദ്യങ്ങൾ ചോദിക്കുക. പുരോഗമന കലാ സാഹിത്യം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പി ജി വായനക്കൂട്ടവും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന ഇ പി രാജഗോപാലൻ മാഷിന്റെ എഴുത്തു വഴിയെ തൊട്ടുള്ള നടന്നു പോകുന്ന വാക്ക് എന്നുള്ള ശില്പശാലയാണ്, അല്ലെങ്കിൽ സാഹിത്യ പരിപാടിയാണ് രാവിലെ മുതൽ ഇവിടെ നടന്നു വരുന്നത്. മാഷിന്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ച് അറിയുന്നവർക്ക് അത് ഓർമ്മിപ്പിക്കാനും എന്നെ പോലെ സാഹിത്യ വിദ്യാർത്ഥികൾക്ക് അത് പുതുതായി പഠിച്ചെടുക്കാനുള്ള ഒരവസരമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. മാഷിന്റെ പുസ്തക പ്രകാശന ചടങ്ങായാലും ഉദ്ഘാടനമായാലും ഞാൻ അവിടെ ഓടിയെത്തുന്ന ഒരാളാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തനായ എഴുത്തുകാരനായ ഉപേന്ദ്രൻ മടിക്കയുടെ വേവലാതി വിളിച്ചവന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന പുസ്തക പ്രകാശനത്തിൽ നേരിട്ട് ഞാൻ പോയി. മാഷിന്റെ പ്രസംഗം ഒരു 3/4 മണിക്കൂറുണ്ടായിരുന്നു. പുതിയ പല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു. മാഷിന്റെ രചനാ ലോകം എന്നിവിടെ പറഞ്ഞതുപോലെ വൈവിധ്യമാണ്. അത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഒരു വിമർശകൻ എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃകയാണ് മാഷിന്റെ ഈ 50ഓളം പുസ്തകങ്ങളിലൂടെ മലയാള സാഹിത്യം ലഭിച്ചത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കടമയിലേക്ക് കടക്കുകയാണ്. ഇന്നിവിടെ നോട്ടപ്പാടുകൾ എഴുത്തുകാരന്റെ നോട്ടപ്പാടുകൾ സാംസ്കാരിക വിമർശന രചനാ ലോകം എന്ന പരിപാടിയുടെ പാനൽ സെഷന്റെ മോഡറേറ്ററായി വന്നത് എന്റെ ഗുരുനാഥനും എതിർച്ച പൈതൃക പ്രസിദ്ധീകരിക്കുന്ന എതിർച്ച മാസികയുടെ എഡിറ്ററുമായ ടി കെ സുരേഷ് കുമാറാണ്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ചർച്ചയിൽ പങ്കെടുത്തത് എനിക്ക് മനോഹരൻ, നമുക്കറിയാം പുകാസയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ സെക്രട്ടറി കൂടിയായ എഴുത്തുകാരനായ മനോഹരനും നന്ദി അർപ്പിക്കുന്നു. പിന്നീട് സംസാരിച്ചത് കവിയും അധ്യാപകനും തിരക്കഥാകൃത്തും പാട്ടെഴുത്തുകാരനും കൂടിയായ ഡോക്ടർ ജിനേഷ് കുമാർ മേനോനാണ്. അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. പിന്നീട് സംസാരിച്ചത് പുകാസ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നാരായണൻ കാവിമ്പോയാറുകളാണ്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി പാനച്ചർച്ച സംസാരിച്ചത് കവിയിത്രിയും
വനിതാ സാഹിത്യ ജില്ലാ പ്രസിഡന്റും എഴുത്തുകാരിയുമായ സീതാദേവി കരിയാട്ടാണ്. സീത ടീച്ചർക്കും നന്ദി രേഖപ്പെടുന്നു. ഈ ചർച്ച വീക്ഷിച്ച അല്ലെങ്കിൽ കേട്ട നിങ്ങൾ ഓരോരുത്തരുമാണ് ഇത് വിജയിപ്പിച്ചത്. നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തും. പ്രിയപ്പെട്ടവർ, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ PG വായനക്കൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയായി ഇന്നിവിടെ നടന്നു വരുന്ന EP രാജഗോപാല മാഷുമായുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുവഴികൾ, ആ പ്രോഗ്രാമിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു സെഷനാണ് അടുത്ത് നടക്കുന്നത്. രാജഗോപാല മാഷുമായുള്ള സംവാദമാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാംസ്കാരിക ജീവിതം, കലാജീവിതം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സെഷന്റെ ഭാഗമായി ഉന്നയിക്കാം. ഈ മുഖാമുഖം പരിപാടി നിയന്ത്രിക്കുന്നത് സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ കൂടിയായ കൈരളി ചാനലിന്റെ ഡയറക്ടർ കൂടിയായ അദ്ദേഹത്തിനാണ്. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ, ഈ പ്രോഗ്രാമിന്റെ ഈ സെഷന്റെ മോഡറേറ്റർ. അതോടുകൂടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് സംഘത്തിന്റെ കാഞ്ഞങ്ങാട് ഏരിയയുടെ സെക്രട്ടറി VP പ്രശാന്ത് കുമാറാണ്. അദ്ദേഹത്തെയും ഔപചാരികരുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തതോടൊപ്പം നമ്മുടെ പരിപാടിയുടെ കേന്ദ്ര കഥാപാത്രം EP രാജഗോപാല മാഷെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി മൈക്ക് കൈമാറുകയാണ്.